അഖില, അഖില, വാ മോളെ. നമുക്ക് പാവയെ കുളിപ്പിച്ചാലോ? എന്തു പറയുന്നു? പാൽ പാൽ. വെള്ളത്തിൽ കളിക്കല്ലേ മോളെ, അകത്ത് പോ. ആ, പാവ എടുത്തോണ്ട് അകത്ത് പോയേ. പാല്. പാൽക്കാരൻ ചേട്ടൻ വന്നു. ഓടിപ്പോ അമ്മയുടെ അടുത്ത് പറ. അമ്മേ, പാല് വന്നു. എന്താ ഇത്ര താമസിച്ചേ? ഞാൻ നാളെ നേരത്തെ വരാട്ടോ. അബി, പാല് വന്ന് നോക്കിക്കേ, വന്ന് വാങ്ങിച്ചോണ്ട് പോ. എന്താ ഇന്നലെ പാല് മുഴുവന് വെള്ളമായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ, ഞാൻ ഇന്നലെ പാല് കറക്കാൻ പോയില്ല. ഇന്നലെ കറന്നത് മാധവേട്ടനാ. മാധവേട്ടൻ കറന്നതാണെങ്കിൽ വെള്ളമായിരിക്കും, സംശയമില്ല. ഞാൻ എന്ത് ചെയ്യാനാ, ഇതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അഴകി, ഇതാണ് നമ്മുടെ നാട്. നല്ലോണം കണ്ടോട്ടോ. എന്റെ മുത്താണ് അഴകി. നോക്കി നടക്കണോട്ടോ. എന്റെ മുത്ത്. ഇവന്മാർ ഇവിടെ ഉണ്ടല്ലോ. എടാ, നമ്മുടെ സെക്കൻഡ്സിനെ പോലെ ഉണ്ടല്ലോ. എടാ, സെക്കൻഡ്സ് അല്ല, കൂടെ വരുന്ന ആരാന്നാ ചോദിച്ചേ. ഡാ, അവനെ വിളിക്ക്, കൂടെ വരുന്ന ആരാണെന്ന് അന്വേഷിക്കാം. എടാ സെക്കൻഡ്സ്, അങ്ങോട്ട് വാ. എടാ സെക്കൻഡ്സേ, നിന്നെ ഒരു 4-5 ദിവസമായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. നാട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് വരുവാ. ഇവളാണ് എന്റെ ഭാര്യ. ഭാര്യയോ? ആരോടാടാ? ഞങ്ങളോടോ? നീ എല്ലാം സെക്കൻഡ്സ് അല്ലടാ വാങ്ങിക്കാറ്. എടാ, നീ ഇട്ടേക്കുന്ന ബനിയനും ചെട്ടിയും പോലും സെക്കൻഡ്സിലല്ലേ വാങ്ങിക്കാറ്. വൈഫിനെ ഫ്രഷ് ആയിട്ട് കെട്ടിയെന്നാണോ പറയുന്നത്? എന്താ നിങ്ങൾ സെക്കൻഡ്സ് അല്ലേ? അങ്ങനൊന്നല്ല. ഇദ്ദേഹം എന്റെ 5ാമത്തെയാണ്. ആ, പേരെന്താ? സെക്കൻഡ്സ്. എടാ, നിന്റെ പേര് ആരാടാ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് ഇവിടെയാ. നീ പേര് പറ മോളെ. അഴകി. പേരുപോലെ തന്നെ ആളും കൊള്ളാം. മോനെ, നീ അവിടെ ഇരിക്കടാ. ഇത് ഞാൻ കൊണ്ടുവന്ന സാധനം. അതല്ലേ ശരി തന്നെ, കാണാൻ വിളിച്ചതല്ലേ. കണ്ടോടത്തോളം ഒക്കെ മതി. വാ മോളെ, വാ, നമുക്ക് ഇവിടുന്ന് പോവാം. വാ. ഭഗവാനെ, എല്ലാവരെയും കാക്കണേ. ഗുണ, ഇന്നെങ്കിലും നീ വണ്ടി റെഡിയാക്കൂ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി, വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി. വരൂ സുബ്രഹ്മണ്യ, വരൂ വരൂ. എടാ ഗുണ, നിന്റെ പാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. വാ ചേട്ടാ, ഇത്ര നേരമായിട്ട് ആളെ കണ്ടില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വരാതിരിക്കോ? എല്ലാ ആഴ്ചയും നിങ്ങൾ 5 പാക്കറ്റ് വാങ്ങുന്നതല്ലേ. ചേട്ടാ, ഒരു നല്ല പാട്ട് പാടാവോ? അതിനെന്താ, ഞാൻ പാടാം.
ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം മല്ലിക പൂമ്പനിനീരഭിഷേകം ഭക്ത മാനസ പൂന്തേനുരവാൽ അഭിഷേകം നിറച്ച പഞ്ചാമൃതത്താൽ അഭിഷേകം അതിൽ നിത്യസൂന്നു നിന്ദേഹം. എന്നാ വരട്ടെ അങ്ങനെ വരട്ടെ മോനെ. സൂക്ഷിച്ചു പോണേ. മോനെ ആ വരട്ടെ. ഓക്കെ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ ആവണം. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ അബി പൂഞ്ചേലാടാലോ. ദാ വരുന്നു. പോയി കൈയും കാലും കഴുകിട്ട് വരൂ. ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. അതെ, ഒന്ന് വേഗം വാ. ആ വരുന്നു. ഇരിക്കേ. മീൻകൂട്ടാണെന്ന് തോന്നുന്നല്ലോ. ഇട അഖില കഴിച്ചോ? നീ ഒരു ഉള്ള വേണ്ടെന്നേ. കഴിക്കേ. വേണ്ടെന്നേ. കഴിക്കാൻ പറഞ്ഞു. കഴിക്കുന്നോ? വേണ്ട, നിങ്ങൾ കഴിച്ചോ. കുറച്ചുകൂടി ഇടട്ടെ. വേണ്ട 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 മതി. കുറച്ച്? ഇല്ല മതി. കുറച്ച് കഴിക്കുന്നേ. മതി. അതെ, നാളെ നമുക്ക് രണ്ടുപേർക്കും അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? നാളെ വർക്ക്ഷോപ്പിൽ ഒരുപാട് ജോലിയുണ്ട്. നീ അഖിലെ വിളിച്ചോണ്ട് പോ, അതാ നല്ലത്. അല്ല, ഇങ്ങനെ ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നാ നിങ്ങൾക്ക് മടുപ്പൊന്നും തോന്നില്ലേ? എനിക്കിന്ന് വല്ലാത്ത ക്ഷീണമാണ്, ഉറക്കം വരുന്നു. ഉറങ്ങട്ടെ. നിങ്ങളുടെ ജോലിയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയേ വേണ്ട, ഒന്നും ചെയ്യും വേണ്ട. അമ്മയും അച്ഛനൊക്കെ വീട്ടിൽ വരാറുണ്ടോ? ഇല്ല ചേച്ചി, ആരും അങ്ങോട്ട് വരാറില്ല. അമ്മേ അമ്മേ നിങ്ങളുടെ മോളെ എത്രയല്ല പഠിക്കുന്നത്? മോളെ അഗി, അങ്ങോട്ടൊന്നും പോണ്ട. ചേച്ചി, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. അല്ല, ഇത് നമ്മുടെ അബിയുടെ മോളല്ലേ? അതെ. വാടാ 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 മുത്തേ. അമ്മ എവിടെ? താഴെയുണ്ട്. താഴെയോ? ശരി ശരി മോളെ, പ്രാർത്ഥിച്ചോ. അമ്മൂമ്മയുടെ അടുത്ത് വാ മോളെ. അമ്മൂമ്മയുടെ അടുത്തേക്ക് പോ. ഇടി മോള് വരുന്നു, താഴെ ഇറക്കി വിട്. അമ്മ എടുക്ക്.
വരാത്ത വെറുതെ ചെയ്യുന്ന എന്തിനാ? നീ എന്താടാ വല്ലാതെ നോക്കുന്നത്? സാറ് പുതിയതാണോ? ചിന്നകുളത്തേക്ക് പോവാ ഞാൻ. ചിന്നക്കുളത്തിനോ? അവിടെ എന്തിനാ പോകുന്നേ? എന്താ അങ്ങോട്ട് പോകാൻ പാടില്ലേ? അല്ല, പുതിയതായതുകൊണ്ട് ചോദിച്ചതാ. അതെന്താ പുതിയ ആളുകൾക്കൊന്നും വരാൻ പാടില്ലേ? അതെ അതെ, ഈ വർഷം വിളവ് നന്നായിരിക്കും. തീർച്ചയായും. ആ ചെല്ല്, ആ മടലെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്. ചെല്ല്. ശരി മുതലാളി. എന്താ മരകതം, ചായയില് പഞ്ചസാരയും കൂടുതല്? നിന്റെ മുഖത്ത് സന്തോഷമുണ്ടല്ലോ, എന്താ കാര്യം? അതൊന്നുമില്ല. ഇന്ന് അമ്പലത്തിലെ ദർശനം നന്നായിരുന്നു അല്ലേ? കണ്ടു. ആ കുമാരസ്വാമിയെയും കണ്ടു, നമ്മുടെ കുലദൈവത്തെയും കണ്ടു. നിങ്ങൾ എന്താ ഈ പറയുന്നേ? നമ്മളെ മോളെ നമ്മൾ ഈ തോളിലിട്ട് ലാളിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവളുടെ മോളെ ലാളിക്കാൻ പറ്റുന്നില്ല. പെറ്റു വളർത്തിയ നമ്മുടെ മകളെ 2 കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടിട്ടും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഇതൊക്കെയാ വിധി. നമുക്ക് അത്രേ ഭാഗ്യമുള്ളൂ എന്ന് വിചാരിച്ചാ മതി. കരയല്ലേ മരകതം, കരയല്ലേ മരകതം, കരയല്ലേ നീ ഇങ്ങനെ കരയല്ലേ? ഇനി എത്ര ദൂരം നടക്കണോടോ? ഈ കുളം കഴിഞ്ഞാ പിന്നെ സ്ഥലം എത്തി. വാ സാറേ. എന്താ സാർ, നിങ്ങളിവിടെ പുതിയതാണോ? എത്ര പേരെ ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നത്? സ്ഥലത്ത് പുതിയതാണെങ്കിൽ ചോദിക്കാതിരിക്കോ? ഓ, ഇവിടേക്ക് പുതിയതായിട്ട് വന്ന അധ്യാപകനാ ഞാൻ. അധ്യാപകനോ? കണ്ണ് കാണാൻ വയ്യാഞ്ഞിട്ടല്ലേ കണ്ണട ഇട്ടേക്കുന്നേ? നിങ്ങളൊരു അധ്യാപകനാണോ? കൂളിംഗ് ഗ്ലാസ് ആണോ ഇത്? എന്താ സാറേ, എന്നെ കളിപ്പിക്കാൻ നോക്കുവാണോ? കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ കറുത്തതായിരിക്കും. നിങ്ങൾ വെള്ള ഗ്ലാസ്സല്ലേ ഇട്ടേക്കുന്നേ? ഇയാളൊക്കെ പഠിപ്പിച്ചാൽ എങ്ങനെ ശരിയാവാനാ? ചെല്ലേ. തനിക്കെന്താണോ പണി? അത് നിങ്ങളെപ്പോലത്തെ ആളുകൾ കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞു. എന്തിന്? എങ്ങനെ? നിങ്ങളെപ്പോലത്തെ അധ്യാപകര് ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ സ്കൂളിൽ നിന്ന് ഓടി വന്നു. ഇവിടെയുള്ള എല്ലാവരും കണക്കാ. പിന്നെ അതിപ്പോ അങ്ങനെയല്ലേ? ചുമ്മാ ഇരിക്ക്. അബി, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അയ്യടാ, ഒന്ന് പോ ചേച്ചി. ചേച്ചിക്ക് വേറെ പണിയില്ലേ? സൂക്ഷിച്ചോ, വെള്ളത്തിൽ ഇറങ്ങണ്ട, അല്ലെങ്കിൽ മീന് കൊത്തും. എന്താണോ വെള്ളത്തിൽ കല ഇങ്ങനെ കിടക്കുന്നത്? അതോ, നിങ്ങൾ പട്ടണത്തിലെ ആളല്ലേ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അത് അളവ് നോക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അതൊക്കെ എനിക്കറിയാം, പക്ഷെ അത് നീങ്ങി കളിക്കുന്നുണ്ടല്ലോ അങ്ങോട്ട്. ഇതെന്താ ഇങ്ങനെ? അത് ശരിയാണല്ലോ, എല്ലാം നീങ്ങുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്, നമുക്കൊന്ന് നോക്കാം. ഇതൊന്ന് പിടിച്ചേ. എന്താണ് അവിടെ? കണ്ടുപിടിച്ചു. ഇന്ന് നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. വിടരുത്. മര്യാദക്ക് കൈയെടുത്ത കുളിക്കുന്നു, ഒളിഞ്ഞു നോക്കിയത് ഡയലോഗ് അടിക്കുന്നു. സൂപ്പർ. മുത്തു, ആരാ അത്? അതോ, നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്ന അധ്യാപകനാ. സൂപ്പർ. ചിത്തിര തോണിയിൽ അക്കരെ പോവാൻ
എത്തിടാമ പെണ്ണേ ചിറയും കീഴിലെ പെണ്ണേ. എടാ നമ്മുടെ പാമ്പിന്ന് നല്ല ഇന്നിവനെ കത്തിച്ചെന്നാൽ ഒരു പണി കൊടുത്തേ വിടാവൂ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമ പെണ്ണേ. എന്താടാ നിങ്ങൾ ഇങ്ങനെ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? വരൂ ചേട്ടാ, ഞങ്ങള് ചേട്ടനെ കുറിച്ചാ സംസാരിച്ചത്. എന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? എടാ നീയൊക്കെ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തെ കാണും. അപ്പനെ കയറി ഔസേപ്പിയേട്ടാന്ന് വിളിക്കല്ലേ. എന്റെ അടുത്താണോ? എന്താടാ ആർക്കിട്ടോ പണിയാനുള്ള ഇരിപ്പിലാണല്ലോടാ നിങ്ങളാ. എന്താ ചേട്ടാ ഇങ്ങനെ ഒരു സ്നേഹമില്ലാതെ? ഞങ്ങളുടെ കൈ കാശില്ല. ചേട്ടൻ വന്നിട്ട് എന്തെങ്കിലും മേടിക്കാലോ എന്ന് കരുതി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. എന്താടാ കൈയെടുക്കടാ. എടാ ഞാൻ തന്നെ ഒരുതിനെ തേച്ചിട്ടാ ഒരു പൈൻ്റ് അടിച്ചത്. നീ എന്നെ തേക്കാൻ നോക്കുവാണോ? പോടാ ചേട്ടാ എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയാടാ? എടാ തവളെ, അല്ല നീ ഒരു സംഭവമാണല്ലോ. ഞങ്ങളെ പറ്റി ചേട്ടൻ എന്താ വിചാരിച്ചത്? എന്റെ കഴിവൊന്നും നിനക്ക് അറിയില്ല. ചേട്ടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാ, ചെയ്ത് കാണിക്കേ. ഇതാ ഇപ്പൊ കാണിച്ചു തരാം. ചേട്ടന്മാരെ, അനിയന്മാരെ, ചേച്ചിമാരെ, അനിയത്തിമാരെ എല്ലാരും ഓടി വരൂ. അച്ഛന്മാരെ, ചെറിയച്ഛന്മാരെ, മുത്തച്ഛന്മാരെ, വല്യച്ഛന്മാരെ, ചെറിയച്ഛന്മാരെ, കൊച്ചച്ഛന്മാരെ വരൂ. ഈ അനിയനൊരു വിദ്യ കാണിക്കാൻ പോവാണ്. കണ്ണു മൂടി കെട്ടി കമ്പിയുടെ പുറത്തൂടെ നടക്കാൻ പോവാ. എല്ലാരും നന്നായിട്ട് നോക്കിക്കോണോ. ചേട്ടന്മാരെ, അനിയന്മാരെ നോക്കിക്കോണോ. ചേട്ടാ കണ്ണ് കെട്ടിക്കൊണ്ട്. അതൊക്കെ പറഞ്ഞടാ, കണ്ണ് കെട്ടിയാണ് പോകുന്നത്. നോക്കിയോ, എല്ലാരും പൈസ ഇട്ടേ വേഗനാട്ടെ. നോക്കിയോ, നമ്മുടെ അഴകി വന്നല്ലോ. ഇതെന്താ അഴകി തന്നെയല്ലേ? വരുമ്പോ പറഞ്ഞിട്ടൊക്കെ വരണ്ടേ. പിള്ളേർ ഒരു വിദ്യ കാണിക്കാൻ പോവാ. നോക്കിയോ, എല്ലാരും നോക്കിയോ. ഇത് നോക്ക്, എന്റെ അനിയൻ കമ്പിയുടെ പുറത്തൂടെ നടക്കാൻ പോവാണ്. കമ്പിയുടെ പുറത്തൂടെ നടക്കാൻ പോവാണ്. നോക്കിയോ, ഇതെല്ലാം ജീവിതത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. നോക്കിയോ, കാശിതാ പൈസ ഇട്. കമ്പിയുടെ മുകളിൽ കിട നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇവന്മാര് തറയിലിട്ട് ചാണല്ലോ പോയി. കമ്പി മേലെ കെട്ടി അതിന്റെ മേലെ നടക്കുമെന്ന് വിചാരിച്ചപ്പോ താഴെ കമ്പിയിട്ട് അതിന്റെ മേലെ നടക്കുന്നോ? ഇതും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ അയ്യോ, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. എനിക്ക് അറിയില്ലായിരുന്നു. എന്താ അഭി അരിയുന്ന കല്ല് പെരുക്കുക? അതെ ചേച്ചി. അഖിലേ ഇങ്ങ വന്ന്. ദാ വരുന്നമ്മേ. അങ്ങോട്ടൊന്നും പോണ്ട, അകത്ത് കയറിപ്പോ. അരി ഒന്നും വാരി തിന്നരുത്. കൈയെടുക്ക്. അമ്മ കഴിക്കുന്നില്ലേ? ഒരു വായാടിയായി. അരിയില് കളിക്കരുത്. കളിക്കേ. അങ്ങനെയൊന്നും പറയരുത്. നിനക്ക് ഞാൻ അരി തരില്ല. പോ. എനിക്ക് വേണം. മോളെ കൈയെടുക്ക്. താ അമ്മേ, ഞാനും ചെയ്യാം. കൈയെടുക്ക് മോളെ. താ. അതെ അഭി, അഖിലക്ക് ഇപ്പൊ 4 വയസ്സായില്ലേ? സ്കൂളിൽ ചേർക്കുന്നില്ലേ? ആ ചേർക്കണം ചേച്ചി. ഒരു നല്ല ദിവസം നോക്കി പോണം. നാളെ നല്ല ദിവസാ. അവളെ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്ക്. അബി ഞാൻ വർക്ക്ഷോപ്പിൽ പോയിട്ട് വരാം. ആ ശരി. ബൈ മോളൂ. ബൈ അച്ഛാ, ഞാനും പോവും. നാളെ അഖിലെ ഒന്ന് സ്കൂളിൽ ചേർക്കണം. ഒന്ന് ലീവ് ചോദിച്ചിട്ട് വാ. നാളെ ജോലിയുണ്ട്. നീ തന്നെ വിളിച്ചോണ്ട് പോ. ഓക്കെ, പോയിട്ട് വരാം. അമ്മേ. ഒന്നും മിണ്ടാതെ ഉറങ്ങുന്നുണ്ടോ? വടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാതെ. അബി വരട്ടെ. രാമൻ, ഹാജർ സർ. കർപ്പകം, ശിവരാജ്, പവിത്ര, കീർത്തിക. സർ ഞാൻ അകത്തേക്ക് വരട്ടെ? മോളെ അബി, എന്താ സുഖാണോ? സുഖായിരിക്കുന്നു സർ. ഏതാ ഈ കുട്ടി? ഇതെന്റെ മോൾ അഖിലയാ സർ. അഡ്മിഷന് വേണ്ടി വന്നതാ. ഓ, നിന്റെ അച്ഛൻ നിന്നോട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ശരി, വിട്ടേക്കേ, അവൻ വഴിക്ക് വന്നോളും. അവനെ ചെറുപ്പം തൊട്ട് പിടിവാശി വളരെ കൂടുതലാ. എല്ലാം ശരിയാവും മോളെ. ഡാ മണികണ്ട, ഇങ്ങോട്ട് വാ. സാർ. ഫസ്റ്റ് സ്റ്റാൻഡേർഡില് അഡ്മിഷൻ കൊടുക്കാനായി ആനന്ദ മാഷിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോ. ശരി, വരൂ. സാറിനോട് ടാറ്റ പറ. ടാറ്റാ. ഓരോന്നൊന്ന്, ഒരു രണ്ട് രണ്ട്, ഒരു മൂന്ന് മൂന്ന്, ഒരു നാല് നാല്, ഒരഞ്ച് അഞ്ച്, ഒരാറ് ആറ്. എന്താ കണ? പുതിയ അഡ്മിഷനാ സാറേ. ഓ അത് ശരി. നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞു. മോളുടെ പേരെന്താ? അഖില. സാറിനോട് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സാറല്ലേ അന്ന് ഫൈറ്റ് ചെയ്തത്? സൂപ്പർ. ഒന്നും മറന്നിട്ടില്ലല്ലോ. വാ 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 വാ. അമ്മയ്ക്കൊരു ടാറ്റ കൊടുത്തേ. ബൈ അമ്മേ.
ടാറ്റാ. മോഹങ്ങൾ മുരടിച്ചു, മോതിരക്കൈ മുരടിച്ചു, മനസ്സ് നമസ്കാരം ചേട്ടാ. എന്താ ഒന്നും മിണ്ടാതെ പോന്നെ? ഒന്ന് നിക്കേട്ടാ, നമുക്ക് സംസാരിച്ചു തീർക്കാന്നേ. ചേട്ടാ നമസ്കാരമുണ്ട്. ചേട്ടാ നമസ്കാരം. എവിടെ ഓടുന്നത്? ചേട്ടാ ചേട്ടാ, നില്ലേട്ടാ, നമുക്ക് സംസാരിക്കാം. നിക്ക്, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒത്തുതീർപ്പിലാക്കാം. ചേട്ടാ അങ്ങനെ ഓടിയല്ല. പൊന്നു ചേട്ടാ, എന്നാ നില്ലെന്ന്. ശ്ശേ. എന്താ ചേട്ടാ ഇങ്ങനെ ഒരു സ്നേഹമില്ലാതെ? എന്താ ചേട്ടാ ഇങ്ങനെ? ഞങ്ങൾ ഇങ്ങനെ ഓടിക്കാമോ? മാതിടാ, നിങ്ങളെ കൊണ്ട് ഞാൻ പെട്ട പാട് എത്ര അടിയാ കിട്ടിയെന്നറിയോ? നടുവിന്റെ നട്ടിളകി പോയി. നിങ്ങൾ കമ്പിയുടെ പുറത്തൂടെ നടക്കാൻ പോവാന്ന് ഞാനും വിശ്വസിച്ചു. നിങ്ങൾ താഴെ കമ്പി ഇട്ടിട്ട് അതിന്റെ പുറത്തൂടെ ഓടിപ്പോയില്ലേ? ആ ശരി, നിങ്ങൾ ഓടിപ്പോയപ്പോ കാശ് എത്ര കിട്ടിയായിരുന്നു? 2 ഫുള്ളിനുള്ളത് കിട്ടി. എടാ, ചേട്ടൻ ഒരു ക്വാർട്ടറെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? എടുത്തു ചേട്ടാ. നമ്മുടെ ഈ തവള ചേട്ടൻ 2 ഫുള്ളും അങ്ങനെ എടുത്തിട്ട് എടാ, നീ അല്ലടാ സത്യത്തിൽ കുടിച്ചത്. അവനാണ് കുടിച്ചത്. ഞാൻ വെറുതെ അഭിനയിച്ച് കാണിച്ചതാ. അഭിനയിച്ചതാണോ? ഇവൻ കുടിച്ചിട്ടുണ്ടാവും. നോട്ടം തന്നെ ശരിയല്ല. ചേട്ടാ അത് കളയട്ടാ. ഞങ്ങളെല്ലാം ചേട്ടന്റെ അനിയന്മാരല്ലേ. ചേട്ടാ, നിങ്ങൾ എത്ര തല്ലിയാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. എടാ, ഞാൻ നിന്നെ അല്ലല്ലോ അടിച്ചത്. ചേട്ടാ ആരടിച്ച എന്താ? ഞങ്ങളെല്ലാം ചേട്ടന്റെ അനിയന്മാരാണ് ഏട്ടാ. നാട്ടുകാർ വെല്ലുമ്പോ നീയൊക്കെ ഓടിപ്പോയില്ലേ? ഇപ്പൊ ഞാൻ തന്നെ ഉള്ളപ്പോ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് കരയുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ കുളിച്ചു കഴിഞ്ഞു. നിങ്ങൾ അലക്കിക്കോ. ആ ശരി. സരോജ, വർഷങ്ങൾ പോയിട്ടും നിന്റെ ദേഹത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ലല്ലോ. നിങ്ങൾ മാത്രം മോശമാണോ? അന്ന് കണ്ടതുപോലെ തന്നെയുണ്ട്. ഡാൻസ് തുടങ്ങാൻ പോവാ. പോട്ടെ. അലിയ, നീ നിന്റെ കളി തുടങ്ങിയല്ലേ? സരോജോടെ പുറകെ പോവാണല്ലേ? എന്റെ പ്രായത്തിൽ നിങ്ങൾ കളിക്കാത്ത കളിയാ ചേട്ടാ. പിന്നെ അതൊന്നും ഇപ്പൊ പറയണ്ട. സരോജ ആള് മിടിക്കുക.
നോക്കി സ്വീകരിച്ചേ ചൊപ്പനത്തിൽ വന്നവളെ തനി ചോപ്പായി പൂക്കും പൂക്കനിയേ കാര്യം പൊടച്ചവനെ നെഞ്ചം നീങ്ങൊടക്കരുതേ നെഞ്ചിലുള്ള താളമെടി തന്നാനേ താനെ എടി തന്നാനേ താനേ നിന്നഴക് കണ്ടു മിഴി കോണിൽ വന്ന ഗാനം ഇത് പാതിരാ നേരം ചൊപ്പനത്തിൽ വന്നവളെ തനി ചോപ്പായി പൂക്കും പൂക്കനിയേ കാര്യം പൊടച്ചവനെ നെഞ്ചം നീങ്ങൊടക്കരുതേ നെഞ്ചിലുള്ള താളമെടി തന്നാനേ താനെ എടി തന്നാനേ താനേ നിന്നഴക് കണ്ടു മിഴി കോണിൽ വന്ന ഗാനം ഇത് പാതിരാ നേരം കൊച്ചുക്കള്ളം അച്ചുല നീ പിച്ചിടാൻ പാടാ ഒരു മുത്താരം താടാ പച്ചരിപ്പോൾ വെള്ള നിറം നീലാകമിന്നും നിൻ പെണ്ണൊരുത്തി നിന്നേ ചൊപ്പനത്തിൽ വന്നവളെ തനി ചോപ്പായി പൂക്കും പൂക്കനിയേ കാര്യം പൊടച്ചവനെ നെഞ്ചം നീങ്ങൊടക്കരുതേ നെഞ്ചിലുള്ള താളമെടി തന്നാനേ താനെ എടി തന്നാനേ താനേ നിന്നഴക് കണ്ടു മിഴി കോണിൽ വന്ന ഗാനം ഇത് പാതിരാ നേരം വാനേ സുഖമല്ലേ? തൊഴാൻ വന്നതായിരിക്കുമല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നല്ല ശക്തിയുള്ള ക്ഷേത്രം അത്. ഓ അതെന്താ അങ്ങനെ പറഞ്ഞത്? മനസ്സിൽ ആഗ്രഹിച്ചത് അപ്പൊ തന്നെ നടക്കുകയും ചെയ്തു. ഓ അങ്ങനെ എന്താ ആഗ്രഹിച്ചത്? ആഗ്രഹം പുറത്തു പറഞ്ഞാൽ നടക്കില്ലെന്നാ പറയുന്നത്. ബൈ അഖില. ബൈ പറ. ബൈ ബൈ. ബൈ ടാറ്റാ. എടാ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം, എങ്കിൽ ദൈവം എന്തെങ്കിലും ഒരു പാമ്പേ ഇന്നലെ അടിച്ച് പൊളന്നെന്ന് കേട്ടു. അത് നിങ്ങളൊക്കെ അറിഞ്ഞോ? എന്റെ വർക്ക്ഷോപ്പിലെ ആൾക്കാർ ഇനി ഇവരുടെ കൂടെ ഒന്ന് കൂടണ്ട. ഇവന്റെയൊക്കെ ഉപദേശം കേൾക്കേണ്ട ഗതികേട് വന്നല്ലോ. അതൊക്കെ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. നീ നോക്കുമല്ലോ, പിന്നെന്താ കുഴപ്പം? നമ്മളിവിടെ ഉള്ളപ്പോ ആർക്കെങ്കിലും സന്തോഷമായിട്ട് കഴിയാൻ പറ്റും. അന്ന് നിങ്ങൾ എന്നെ വിട്ടിട്ട് ഓടിയില്ലേ? അവനാടാ എന്നെ കൂടുതൽ അടിച്ചത്. എങ്കിലും അവന് വിടാൻ പാടില്ല. അതേടാ, എങ്ങനെയെങ്കിലും നല്ല പണി കൊടുക്കണം. എടാ ഇങ്ങോട്ട് വന്നേ, നമുക്കൊന്ന് കൂടിയാലോ? രണ്ടുപേരും ഇങ്ങ് വന്നേ, ചേട്ടൻ വിളിക്കുന്ന കണ്ടില്ലേ? എന്താ പാമ്പേ? പാമ്പൊക്കെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് വന്നേ, അടുത്തേക്ക് വാ, ഇങ്ങോട്ട് വാ. അതെ വന്നു. എന്താ? കൂടെയുള്ള ആരാ? എന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനോ? എന്നാ ശരി, വിട്ടോ വിട്ടോ. അതെന്താ പാമ്പേ വിളിച്ചിട്ട് ഒന്നും പറയാതെ വിടുന്നേ? അതല്ല, പറയാൻ വേണ്ടിട്ടാ വിളിച്ചേ, പക്ഷെ കൂട്ടുകാരനെന്ന് പറഞ്ഞില്ലേ, സാരല്ല പോക്കോ. എടോ പാമ്പേ, എന്തോ പറയാൻ വേണ്ടി വിളിച്ചിട്ടേ ഇപ്പൊ എന്തായി? പറയണോടാ ചേട്ടാ? സാരമില്ല, പറഞ്ഞോ, പറഞ്ഞേക്ക്. എന്നാ പറയട്ടെ? പറഞ്ഞോ. എന്നാ പറയട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട്? അവിടെ ഭയങ്കര ചിരിയായിരുന്നല്ലോ. ഞാനാണെങ്കിൽ മാണിക്യം 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 ഒന്ന് വിളിച്ചു. നിന്റെ പെണ്ണുമ്പിള്ള പെട്ടെന്ന് കതക് തുറന്നു വന്ന് എന്റെ ഭർത്താവ് പുറത്തു പോയിരിക്കാന്ന് പറഞ്ഞു.
അത് ശരിയാ, ഞാൻ മാർക്കറ്റിൽ പോയായിരുന്നു. നീ മാർക്കറ്റിൽ പോയ സമയത്ത് അവൾ അവളുടെ പണി നോക്കുമായിരുന്നു. താൻ എന്തായി പറയുന്നത്? അല്ല, ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോ ഈ ചെരുപ്പാണ് വീട്ടിന്റെ പുറത്ത് കിടന്നത്. ഞാൻ ഇല്ലാത്തപ്പോ എന്റെ വീട്ടിൽ വരരുത് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭാര്യ വിളിച്ചിട്ടാ ഞാൻ വന്നത്. അവള് വിളിച്ചാ അപ്പൊ നീ ചെല്ലുമല്ലേ? എടാ നിന്നെ ഞാൻ ശരിയാക്കി തരാം. നീ കൂടെ നടന്നിട്ട് ഇത് കളിക്ക്. ഇപ്പോഴാണ് എനിക്ക് തൃപ്തിയായത്. എത്ര അടിയാ എന്നെ എന്താ മോളൂട്ടി, എന്താ ഒന്നും മിണ്ടാതെ വരുന്നേ? നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങാം. ശരി. അതെ, നിനക്കെന്താ ബീൻസ് വേണ്ടേ? വാങ്ങിക്കട്ടെ. ചോക്ലേറ്റ് ചേട്ടാ, 1 കിലോ ബീൻസ് വേണം. വാങ്ങിത്തരാം 1 കിലോ ബീൻസ് വേണം. 1 കിലോ മതിയോ? ആ മതി മതി. അമ്മേ മുരിങ്ങയ്ക്ക. ആ സഞ്ചി കാണിക്കേ. എത്രയായി? ബീൻസിന് എത്രയാ ഏട്ടാ? 15 രൂപ മോളെ. ബീൻസിന് ഇത്രയ്ക്ക് വിലയോ? എന്താ ചെയ്യാ, വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കല്ലേ. എന്താടാ? മുരിങ്ങയ്ക്ക വാങ്ങിക്കേ. മുരിങ്ങക്കായോ? മുരിങ്ങക്കായ നിന്റെ അച്ഛന് ഇഷ്ടമല്ലല്ലോ. ഹായ് അഖില, ഗുഡ് മോർണിംഗ്. നമസ്കാരം സർ, ഇതാണ് അഖിലയുടെ സാറ്. നമസ്കാരം സർ. ഇതാണ് അഖിലയുടെ അച്ഛൻ. സുഖമല്ലേ? ഭാര്യ വന്നില്ലേ? എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും? അച്ഛനും അമ്മയൊക്കെ നാട്ടിലുണ്ട്. ഓ, അവരൊക്കെ നാട്ടിലാണോ? അതെ സർ. ഒരു ദിവസം വീട്ടിൽ വരണം കേട്ടോ. തീർച്ചയായും. ഓക്കെ ബൈ സർ. ശരി, പോട്ടെ. പോട്ടോ. ബൈ സർ. ബൈ അഖില. ബൈ ബൈ ബൈ. എല്ലാവരും ഞാൻ വരയ്ക്കും, നോക്കി വരയ്ക്കുക. ആ ചോക്ക് ഞാൻ വാഷി കണ്ടോ? പച്ച കളർ പുതിയതാ. ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നേ? സൈലൻസ്. മിണ്ടാതിരുന്ന് വരച്ചേ. അഖില ഇങ്ങ് വന്നേ. ആ വാ 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 വാ. എന്താ വരച്ചത്? പറഞ്ഞ എന്താ വരച്ചെന്ന്? സ്റ്റാറോ? വേഗം പറയ, എന്ത് വരയ്ക്കാം? എന്നാ പിടി. നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. ആ എന്നാ പിടിച്ചോ. സൂപ്പർ സർ. അഖില മോളെ, പഠിക്കുകയാണോ? മോളെ എന്താ ഇത്? ആരാ വരച്ച്? സർ. ഹലോ ഹലോ ഹലോ, ആനന്ദ് സാർ അല്ലേ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ആരാ? ഞാൻ നിങ്ങളുടെ ക്ലാസ് സ്റ്റുഡന്റ് അഖിലയുടെ അമ്മയാ സംസാരിക്കുന്നത്. നിങ്ങളായിരുന്നു? ആ പറഞ്ഞോളൂ, എന്താ കാര്യം? സ്കൂൾ ആനുവൽ ഡേയുടെ ഡ്രോയിങ് കോമ്പറ്റീഷനെ പറ്റി ഡയറിയിൽ എഴുതിയിരുന്നില്ലേ? അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാനായിരുന്നു. നിങ്ങളുടെ മകളുടെ വോയിസ് നല്ലത്, അതുകൊണ്ട് ആനുവലിലേക്ക് പഠിക്കാം. താങ്ക് യു സർ. ഇതെന്താ നടന്നു വരുന്നത്? നിങ്ങളുടെ 2 വീലർ എന്തി? അതോ പഞ്ചറായി പോയി, അതുകൊണ്ടാ. അത് കാരണമായിരിക്കും നാടുകാണി സർവീസ് അല്ലേ? അല്ല, അഖില എവിടെ പോയി? വീട്ടില് കളിച്ചോണ്ടിരിക്കുക. അഖില നല്ലോണം പഠിക്കും, നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അഖിലയുടെ ഹോംവർക്കൊക്കെ ഡെയിലി നോക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ നല്ലതല്ലേ? നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ എന്റെ പടമൊക്കെ വരയ്ക്കാന്ന് വെച്ചാ, എന്റെ മനസ്സിനൊരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഞാൻ ഉടനെ വരയ്ക്കും.
അതെന്റെ ശീലമാണ്. ഞാൻ എപ്പോഴാണോ നിന്റെ മുഖം ആദ്യമായി കണ്ടത് അപ്പോഴേ നിന്റെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ നിനക്ക്? ശരി സർ, എന്നാ ഞാൻ പോട്ടെ. അഖില വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ശരി, കേറിക്കോ, വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യടാ, ആഗ്രഹം കൊള്ളാം. സാറ് പോയിക്കോ, ഞാൻ നടന്നു പോയിക്കോളാം. അബി, അബി, അബിത, നീ എവിടെയാ? അഖില, നീ എഴുതുക. അമ്മ എവിടെയാ? അകത്തുണ്ട്. അകത്തോ? അബിത, അബിത. എന്താ ചേച്ചി? എന്താ ചേച്ചി കാര്യം? ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട്. താളിക്കാൻ നോക്കിയപ്പോ കടുകില്ല. കുറച്ച് തരുമോ? ദാ ഇപ്പൊ കൊണ്ടുവരാം. എന്താകി നീ എഴുതുക? കണ്ടറിഞ്ഞൂടെ? പായാടി. എന്താ ഇത്? അബിയെ പോലെ ഉണ്ടല്ലോ. ആരായിരിക്കും വരച്ചത്? ചേച്ചി കടുക് ചോദിച്ചില്ലേ? വേഗം ചേർക്കാൻ നോക്ക്. അതൊക്കെ പോട്ടെ, നിന്റെ മുഖത്ത് എന്തോ ഒരു പ്രസാദം കാണുന്നുണ്ടല്ലോ. ഒന്ന് പോയേച്ചി, അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാ. ഏയ് ഒന്ന് നിക്ക്. എന്താടി അഖിലയുടെ മാഷനും നിനക്കും? എന്റെ ചേച്ചി ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടല്ലേ. എന്റെ വായ അടയ്ക്കാൻ നോക്കണ്ട. ഈ ബുക്കില് വരച്ചതിന് ഉത്തരം പറ. അത് പിന്നെ അഖിലയുടെ സാറ് വരച്ചതാ. ശരിക്കും അച്ചടിച്ചതുപോലെ ഉണ്ട്. ആള് കൊള്ളാലോ. ഉത്സവത്തിന്റെ അന്ന് ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ചേച്ചി അത് പിന്നെ പുളിക്കൊമ്പിലാ പിടിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി വന്ന നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശിവദാസൻ അവറുകളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്കായി വന്ന വിദ്യാർത്ഥിനികളെ മാതാപിതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളുടെ കഴിവിനെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ആനന്ദ് മാഷ് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഴകേശൻ ഒരു കഥ പറയുന്നതായിരിക്കും. ഒരിടത്ത് ഒരു ശില്പി ഉണ്ടായിരുന്നു. അയാൾ കല്ലെടുത്ത് ഒരു ശില്പം കൊത്താൻ തുടങ്ങി. ആ കല്ല് എനിക്ക് വേദനിക്കുന്നു, എന്നെ വിടൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അയാൾ മറ്റൊരു കല്ലെടുത്ത് ശില്പം കൊത്താൻ തുടങ്ങി. ആ കല്ലാണെങ്കിൽ വേദന സഹിച്ചു. വേദന സഹിച്ച ആ കല്ലിനെ എല്ലാവരും ആരാധിക്കാൻ. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖില ഒരു പാട്ട് പാടുന്നതായിരിക്കും. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇന്ന് തരാം ഞാൻ നെയ്യപ്പം, കാക്കയും ഞാനും കൂട്ടായി. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം. ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖില എന്ന പെൺകുട്ടിക്ക് സംഗീതത്തിനുള്ള ഫസ്റ്റ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അഖിലയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ഹെഡ് മാസ്റ്ററെയും ക്ഷണിക്കുന്നു.
ഇതെന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? കൂടെ ആരും വന്നില്ലായിരുന്നോ? ഇല്ല സർ, അഖിലയുടെ അച്ഛൻ വരാന്ന് പറഞ്ഞതാ. ജോലിയുള്ളത് കാരണം വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മഴ വരുന്നത് പോലെയുണ്ട്. അഖിലാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. ഇത്രയും ദൂരം എങ്ങനെ പോവാനാ? അതാ ഞാനും ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. കേറിക്കോ. വാ, എന്തിനാ മടിക്കുന്നത്? കേറിക്കോ. ശരി. അഖില ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഞാൻ അവളെ എടുത്തോണ്ട് വരാം. ചേട്ടാ, ചേട്ടാ, ഒന്നിങ്ങോട്ട് വാ. ഒന്ന് പെട്ടെന്ന് വാ. എന്താടി? ഇങ്ങോട്ട് അടുത്ത് വന്നാ പറയാം. എന്താടി നീ ഇങ്ങനെ ചൂടുവെള്ളം കാലിലൊഴിച്ച പോലെ നിൽക്കുന്നത്? അല്ല, ഇന്നെന്താ നിന്റെ മുഖത്ത് ഇത്രയ്ക്ക് ഇത് സന്തോഷം? കണ്ടില്ലേ? പേരക്കുട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നിരിക്കുന്നു. നീ പത്രത്തിലല്ലേ കണ്ടുള്ളൂ? നിന്റെ പേരക്കുട്ടി പാടിയതും സമ്മാനം വാങ്ങിച്ചതും ഞാൻ നേരിട്ട് കണ്ടു. എന്താ ചേട്ടാ, എപ്പോ നോക്കിയാലും എന്റെ പേരക്കുട്ടി എന്ന് പറയുന്ന അവൾ എനിക്ക് മാത്രമാണ് പേരക്കുട്ടി, നിങ്ങളുടെയും കൂടിയല്ലേ? മരകതോ, ഞാനൊരു തീരുമാനം എടുത്തു. ഒരു നല്ല ദിവസം നോക്കി നമ്മുടെ മോളെയും മരുമകനെയും വീട്ടിലേക്ക് വിളിച്ചോണ്ടുവരാന്ന് വിചാരിക്കാം. സത്യമാണോ ചേട്ടാ? എനിക്ക് വളരെ സന്തോഷായി. ഇത് കേട്ടപ്പോ എനിക്ക് പാൽപ്പായസം കുടിച്ചതുപോലെ ഉണ്ട്. ഒന്ന് വേഗം പോയി കൊണ്ടുപോവാ. സന്തോഷായില്ലേ? ഫോൺ ചെയ്തപ്പോൾ വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇനി വരാതിരിക്കുമോ? ആ, നോക്കാം. എന്തായാലും ഒന്നുകൂടെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. എന്താ വരാൻ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. എന്റെ കല്യാണം കഴിഞ്ഞതാ, അത് ഓർമ്മയില്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ അടങ്ങിയിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ? ഇല്ലെങ്കിൽ നിന്നെ പൊക്കിക്കൊണ്ടുപോയി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? അത് ഫോണിൽ തന്നെ ചോദിക്കായിരുന്നല്ലോ. അതിനു വേണ്ടിയാണ് എന്നെ വിളിച്ചു വരുത്തിയത്. നിന്നെ നേരിലൊന്ന് കാണണമെന്ന് തോന്നി. ഇപ്പൊ എന്നെ കണ്ടില്ലേ? എന്നാ ഞാൻ പോവാ. അബി, അബി, ഇങ്ങനെ ഒരു മറുപടിയും പറയാതെ പോയാ എങ്ങനെയാ? എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്. അബി, 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 എന്തെങ്കിലും പറ്റിയോ? എനിക്ക് നോക്കട്ടെ. വല്ലാതെ വേദനിക്കുന്നു. വേദനിക്കുന്നു. അത് സാരമില്ല. വല്ലാതെ നീറുന്നു.
എടാ മുരളി വന്നില്ലയോ? ഇതുവരെ വന്നില്ലടാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ ഗുണ, മോളുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നതല്ലേ? ഞങ്ങൾക്ക് പാർട്ടി ഒന്നുമില്ലേ? തീർച്ചയായും പാർട്ടി തരാം. ചേട്ടാ അവർക്ക് രണ്ടുപേർക്കും ക്വാർട്ടർ മതി, എനിക്കൊരു ഹാഫ് വേണേ. ആദ്യം നിന്റെ പണി ചെയ്യടാ, വയസ്സ് മറന്ന് സംസാരിക്കാതെ. അവനെ വിട, അവൻ ചെറിയ കുട്ടിയല്ലേ. ഇത്ര ബുദ്ധിയുള്ള കുട്ടിയെ പെറ്റതിന് നിങ്ങളാണ്ടാ എനിക്ക് പാർട്ടി തരേണ്ടത്. എന്താ ഏട്ടാ ഇത്, തമാശ കളിക്കുകയാണോ? ഓക്കേ, നാളെ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു വിരുന്ന് തരാം. ഞങ്ങൾക്ക് വിരുന്ന് തരുമോ? മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ 2 ദിവസം ആഹാരം കഴിക്കില്ലായിരുന്നു. നമസ്കാരം. നമസ്കാരമൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം ജോലി നോക്കടാ. എന്താടാ ഇവിടെ എത്ര സന്തോഷം? എന്താടാ കാര്യം? അതൊന്നുമില്ല മുതലാളി, ഗുണയുടെ വീട്ടിൽ നമുക്കൊക്കെ നാളെ വിരുന്ന് വെക്കാൻ പോവാന്ന്. അബി, ഞാൻ വെള്ളം പിടിച്ചു, നീയും പിടിച്ചോ. എന്താടി നീ സ്വപ്നം കാണുക? ഒന്നുമില്ല ചേച്ചി, ഞാനൊന്ന് കഴുകിയിട്ട് വെള്ളം പിടിച്ചോളാം. ഒന്നുമില്ലാന്ന് പറയുമ്പോഴേ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. നടക്കട്ടെ നടക്കട്ടെ. അബി, അബി, വെള്ളം നിറഞ്ഞു നോക്ക്. അയ്യോ, അബി, നാളെ 4-5 പേര് നമ്മുടെ വീട്ടിൽ വിരുന്നിന് വരുന്നുണ്ട്. എന്താ അബി, നാളെ ആര് വരുന്നു, എന്തിനാ വരുന്നെന്ന് ഒന്നും ചോദിച്ചില്ലല്ലോ. അബി, 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 എന്തു പറ്റി? എന്താ, ആർക്കാ വിരുന്ന്? എന്തിന്? മോളുടെ ഫോട്ടോ പത്രത്തിൽ വന്നതല്ലേ, അതുകൊണ്ടാ വിരുന്നിന് ക്ഷണിച്ചത്. നന്നായി ചെയ്യണം, ഓക്കെ? ശരി. അബി, നിനക്കിത് എന്താ പറ്റിയേ? ഒന്നുമില്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ആനന്ദ് സാറിനെ പറ്റിയല്ലേ? നമ്മുടെ മോളുടെ ഫോട്ടോ പത്രത്തിൽ വരാൻ അദ്ദേഹമല്ലേ കാരണം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും ക്ഷണിച്ചു. അഖില എവിടെ? അകത്തുണ്ട്. ശരി, എനിക്ക് വല്ലാത്ത വിശപ്പ്. ഞാൻ കൈയും കാലൊക്കെ കഴുകിയിട്ട് വരാം. നീ ചോറെടുത്ത് വയ്ക്ക്.
എടാ എന്നിട്ട് ഇങ്ങ് വന്നേ വന്നേ പിന്നെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. വേറെന്തൊക്കെയുണ്ട് വിശേഷം? ആ, ശരി. എവിടാ കാണുക? എടാ ശബ്ദം ഉണ്ടാക്കാതെ വാ, വേഗം വാ വേഗം വാ. നാളെയോ? എവിടെ വരണം? ഇപ്പൊ നിങ്ങൾ എവിടെയാ? എടാ ശബ്ദം ഉണ്ടാക്കാതെടാ, മിണ്ടരുത്. ആ, മനസ്സിലായി മനസ്സിലായി. എടാ ഇങ്ങൊന്നേ, ഞാനേ അകത്ത് പോയിട്ട് ആഹാരം എടുത്തോണ്ടില്ല. ആരെങ്കിലും എഴുന്നേറ്റാ എന്നെ ഒന്ന് അറിയിച്ചേക്ക്. ഞാൻ മറക്കില്ല. ഞാൻ വരാന്നേ. എടാ ദേ ആഹാരം. വാ 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 വാ. ശരി. എടാ ചോറുണ്ടടാ, ചോറ് ചോറ്. എടാ മീൻകറി ഉണ്ടടാ. അല്ല നീ ചെയ്തോ, ആര് ചെയ്താലും അവക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാളതാ കിടക്കുന്നു. എടാ ഓ ഇവന്മാരെ കൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്? തിരുമുവന്നോ? തിരുമങ്ങളുടെ സമയം. എനിക്ക് വിശക്കുന്നില്ല ചേട്ടാ. വന്നു വല്ലതും കഴിക്കാൻ നോക്കടാ വേഗം. അതൊക്കെ പിന്നെ നമുക്ക് വീണ്ടും സമയം കിട്ടുമല്ലോ. അത് 4 പേര്. 4 പേരോ? എടാ പാമ്പേ, നീ ഓടിയല്ലേ, നിന്നെ ഞാൻ വിടൂലടാ. നാളെ രാവിലെ നിന്നെ കാണിച്ചു തരാടാ. വാ മുത്തേ, നീ അവിടെ കിടന്നോ. ആ കിടന്നോ കിടന്നോ കിടന്നോ. നാളെ നേരം വെളുക്കട്ടെ, കാണിച്ചു തരാം. ഇനി വരുമായിരിക്കോ? ഞാനിവിടെ കിടന്നോളാം. ഇച്ചിരി നീ കിടന്നേ. അതെ, ഇവിടെ അല്ല, താഴെ കിടന്നോ. കിട്ടിയ ഗ്യാപ്പില് കൂടെ വന്ന് കിടക്കാൻ നോക്ക. അത് മാത്രം നടക്കില്ല. എനിക്ക് ഇത്രയൊക്കെ വിധിച്ചിട്ടുള്ളൂ. ആ വാ വാ, എല്ലാരും അതെ, എല്ലാരോടും കൈ കഴുകിയിട്ട് ഇരിക്കാൻ പറയ്, ഞാൻ വിളമ്പാം. എന്താ മോളെ, ഇതൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്തതാണോ? സഹായത്തിന് ആരെയും വിളിക്കാറില്ലേ? ആരും ആവശ്യമില്ല, അവള് തന്നെ എല്ലാം ചെയ്യും. വേണ്ട, ഒരുപാട് അങ്ങ് സോപ്പിടണ്ട. ചേച്ചി എനിക്ക് ഇപ്പൊ തരാം. ആ ഒഴിക്കും മോളെ, മതി മതി മതി. ഹേ അബി, ആനന്ദ് സാർ വന്നല്ലോ. വരൂ ആനന്ദ് സാർ. സാർ വരൂ സാർ, അകത്ത് വരൂ. എന്താ സാറേ വൈകിയത്? അല്ല, വരുന്ന വഴിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു. ശരി. അതെ, സാറിനോട് കൈ കഴുകിയിട്ട് ഇരിക്കാൻ പറയാ, ഞാൻ ഇലയിടാം. ആ മതി മതി മതി. കുറച്ചുകൂടി ഇടട്ടെ? മതി മതി. അബി, നിന്റെ കൈപുണ്യം നന്നായിട്ടുണ്ട്. ചേട്ടാ എനിക്കൊരു മുട്ടയും കൂടെ തരാൻ പറ. ഊണെങ്ങനെയുണ്ട് ചേട്ടാ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ചാറുകറി നന്നായിട്ടുണ്ട് ചേട്ടാ. സൂപ്പർ ചേട്ടാ. എടാ, എന്തെങ്കിലും പറയണമെന്ന് വെച്ച് പറയാണോ അതോ സത്യാണോ? സത്യം പറഞ്ഞതാ മുതലാളി. എന്റെ ജീവിതത്തിൽ ഇതുപോലെ രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. വെരി നൈസ്. എന്താ ഗുണ, നീ ഒന്നും സംസാരിക്കരുത്. അവന് രുചി നോക്കാനും ആസ്വദിക്കാനും ഒന്നും അറിയില്ല. അളന്ന് സംസാരിക്കുന്നത് ശീലമായി. ചേട്ടാ അടുത്ത ട്രീറ്റ് എപ്പോഴാ? ഇത് കഴിച്ചു തീരുന്നതിന് മുമ്പ് അടുത്ത ട്രീറ്റോ? നിനക്ക് അസൂയ. നമ്മുടെ പാമ്പ് നാട്ടുകാരെ കൂട്ടിയിട്ടുണ്ടല്ലോ. യുവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. വാ നമുക്ക് പോവാം. എടോ പാമ്പേ, എന്താ പ്രശ്നം പറഞ്ഞേ? അങ്ങുന്നേ ചേട്ടാ, എന്താടാ ഇത്രയും ചെറിയ കാര്യം ചേട്ടൻ പറയണോ?
നിങ്ങൾ ഉണ്ടായിരിക്കും, ഞങ്ങൾ നോക്കിക്കോളാം. ചേട്ടൻ അനങ്ങാതെ നിന്ന് ഇവിടത്തെ കൂത്ത് കണ്ടാ മതി. എടാ, നാട്ടുകൂട്ടത്തിൽ സത്യമേ പറയാവൂ. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലത്, നാട്ടുകൂട്ടത്തിനും നല്ലത്. സത്യം മാത്രമല്ലേ പറയാൻ പോകുന്നത്. എടാ പറയടാ. ഞങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനോട് പോയി ചോറ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ചേട്ടൻ ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. അവിടെ പോയപ്പോഴാ മനസ്സിലായത് ചേട്ടൻ മോഷ്ടിച്ചാണ് തരാൻ പോകുന്നത്. നോണ പറയല്ലേടാ. ചേട്ടാ ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു ഫ്ലോയില് പോകുമ്പോ ഡിസ്റ്റർബ് ചെയ്തോണ്ട്. എടാ, ഒരുത്തിന് പണി കൊടുക്കുന്നതാണോ നിങ്ങളുടെ ഫ്ലോ? വിശപ്പ് കാരണം ഞങ്ങളുടെ കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോ ഇതാ ഇങ്ങേരുണ്ടല്ലോ. അനിയ പേടിക്കാതെ പറ, ആ ചേച്ചിയുടെ വയറ്റി പിടിച്ചു. എടാ സാമദ്രോഹികളെ, ചോറല്ലേടാ തിന്നാൻ പോയത്. എരന്ന് തിന്നുന്നവനെ തുറന്ന് തിന്നുന്ന സ്വഭാവം കാണിക്കല്ലേ. ഇങ്ങനെയൊന്നും നുണ പറയല്ലേ. എടാ, എന്നെ കുറിച്ച് നിനക്ക് അറിയാലോടാ സെക്കൻഡ്സേ. നിന്നെ കുറിച്ചല്ലേ എനിക്ക് നല്ലപോലെ അറിയാം. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എന്റെ പെണ്ണുമ്പുള്ളയുടെ വയറ്റി കയറി പിടിച്ചില്ല. അനാവശ്യം പറയലടാ. ഞാൻ കണ്ടതാ. എല്ലാവരും ഒന്ന് സമാധാനം. ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ എന്ന് വെച്ച് വയറിലൊന്ന് പിടിച്ചു നോക്കി അറിയാലോ. നല്ല ഐഡിയ തന്നെടാ. എടാ സെക്കൻഡ്സേ, അതെ ശരിയെന്ന് പറഞ്ഞില്ലേ? ഇവിടെ വന്ന് കിടക്ക്. അതിന് ഇവിടെ വന്ന് കിടക്കാനാണ് പറയുന്നത്? അപ്പോഴല്ലേ തലോടാൻ പറ്റുള്ളൂ. അവൻ പറഞ്ഞത് ശരിയാ, പോയി കിടക്ക് നീ. ആ, ഓരോരുത്തരായിട്ട് വന്ന് വയറിൽ പിടിക്ക്. മതിയടേ. എപ്പ തടവിയാലും ഒരു റിയാക്ഷൻ. നിർത്ത്. നീ വന്ന് പിടിക്ക്, നോക്കട്ടെ. പിടിക്കാൻ പറഞ്ഞാ പിടിച്ചു നോക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ. വാടോ. ഞാനും പിടിക്കണോടാ. അല്ലാതെ പിന്നെ നീയാണ് പ്രധാനി. എന്ത് ചെയ്യാനാ? അല്ല അങ്ങൊന്ന് പിടിക്ക്. അല്ല അഴകി, ഈ 4 പേരിൽ ആരാ നിന്റെ വയറ്റി പിടിച്ചത്? ഇപ്പോഴും എനിക്ക് ആരാന്ന് അറിഞ്ഞൂടാ. വേണമെങ്കിൽ ഇനിയൊരു പ്രാവശ്യം കൂടി. അതെ, ഒന്നും കൂടി. എടാ മാനം കെട്ട അളിയാ, എന്റെ ചേച്ചിയമ്മമാർ വീട്ടിൽ വെച്ച് തടവിയതിന് നീ ഇവിടെ ഇത്രയും പേരെ മുമ്പിൽ നാണം കെടുത്തി. ഇനി നാട്ടുകാരോട് തടവിപ്പിക്കണോ? എല്ലാരും പോ ഷോ കാണാൻ വന്നിരിക്കണം. നാണം കെട്ടവന്മാര്. ഞാൻ എന്റെ ചേച്ചിയെ സ്നേഹത്തോടെ കാണാൻ വന്ന ഇങ്ങനെ ഒരു സ്ഥിതി. കാലക്ക് കേട്ടോ, എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരാൻ പൊക്കോ. അഖില കുട്ടി വാ. എന്നും അഖിലയുടെ അമ്മ മാത്രമേ വരാറുള്ളൂ. ഇന്ന് നിങ്ങളും കൂടെ ഉണ്ടല്ലോ. ഇന്ന് ലീവാ, അതുകൊണ്ടാ വന്നെ. സാറിന് ടാറ്റ പറ. ബൈ. വരട്ടെ സാറേ. ബൈ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. എവിടുന്ന കൊലുസന്റെ ശബ്ദം കേൾക്കുന്നത്? അഴകി അതെ നടന്നു വരുന്നു. അഴകി മുത്തേ, എന്താ വെള്ളം കോരാൻ പോവാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് വെള്ളം അടിക്കാം. കൈ വിടറോ, നാണവും മാണവും ഇല്ലാത്തവൻ. ഏയ്, കയ്യിലല്ലേ പിടിച്ചേ? ആ, അതന്നെ ഞാനും പറഞ്ഞത്. മാറടോ. എങ്ങനെ നോക്കിയാലും ഇതൊരു മുതലാണല്ലോ. 6ാമത്തെ ഭർത്താവായിട്ടൊന്ന് ട്രൈ ചെയ്താലോ? ഓ, എനിക്ക് ഇരിക്കെ പുറതിയില്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? നിങ്ങളെന്താ പെട്ടെന്ന് വന്നത്? എന്റെ ഭർത്താവ് കണ്ടിരുന്നെങ്കിൽ എന്തായേനെ? ഇതൊക്കെ നടക്കുവോ? അതെല്ലാം ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ടാ പറയുന്നത്. നമ്മള് തെറ്റിയാണോന്നൊരു പേടി. പേടിക്കണ്ട അബി, ഞാനില്ല കൂടെ. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്താ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല. അബി, എനിക്കൊരു ജീവിതം ഉണ്ടാവും നിന്റെ കൂടെയാ. നീ എന്നെ വെറുത്ത പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. ഒന്ന് നോക്കബി, നിന്നെ എനിക്ക് വേണം. നീ ഇല്ലാതെ പറ്റില്ല എനിക്ക്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയാലോ? ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് കൂട്ടണ്ട. ആരെങ്കിലും കണ്ടാ വളരെ മോശമാകും. എന്നാ ഞാൻ പോട്ടെ. അബി, ഞാൻ പറയുന്ന കേക്ക്. നീ എൻ്റെ കൂടെ വാ അബി. നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് ജീവിക്കാം. വീണ്ടും ഞാൻ പറയാ, ഇന്ന് രാത്രി നീ വന്നില്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ജീവനോടുണ്ടാവില്ല. അഖില മോളെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഞാൻ നന്നായി പഠിച്ചോളാം. നന്നായിട്ട് കഴിക്കണം. ഞാൻ നന്നായി കഴിച്ചോളാം.
അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ശരി അമ്മേ. മോൾ ഉറങ്ങിക്കോ. ഞാൻ അമ്മയുടെ കൂടെ ഇറങ്ങൂ. അച്ഛൻ വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ കിടന്നോളാം. മോൾ ഉറങ്ങിക്കോ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി. അബി, അബി, എന്തു പറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഡോക്ടറെ അടുത്ത് പോണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? മനസ്സിനാണ് പ്രശ്നം. എനിക്കറിയാം, എല്ലാം അറിയാം. നിന്റെ വിഷമം ഞാൻ ലേറ്റായിട്ട് വന്നതുകൊണ്ടല്ലേ? എന്താ കറക്റ്റ് അല്ലേ? എപ്പോ നോക്കിയാലും ജോലി ജോലിന്ന് തിരിയുന്നു, നിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നില്ല. ഇതൊക്കെയല്ലേ നിന്റെ പ്രശ്നം? എനിക്കെല്ലാം അറിയാം. ഞാൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം നിനക്കും അഖിലയ്ക്കും വേണ്ടിയല്ലേ? അതെ. ആരാ ഈ സമയത്ത് ഫോൺ ചെയ്യുന്നത്? അതൊരു മിസ് കോളാ. അല്ല, റോങ് നമ്പറാ. എനിക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കോൾസ് വരാറുണ്ട്. അയ്യോ, ശേ.
പാൽ 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 വാങ്ങിക്കുന്നില്ലേ? പാല് എനിക്ക് സമയമായി, വേഗം വരൂ, എനിക്ക് 2-3 സ്ഥലത്തേക്ക് പോകാനുണ്ട്. എന്താ പാല് വാങ്ങാൻ നിങ്ങൾ വന്നത്? ഭാര്യയില്ലേ? അവള് പുറത്തെവിടെയാ പോയെന്ന് തോന്നുന്നു. ഒറ്റ ആ ശരി. ഓ അഖില എണീറ്റോ? ദാ ഇപ്പൊ വരാം. അച്ഛന്റെ ചക്കുടൂ, എന്താ എണീറ്റോ? ദാ അമ്മ എവിടെ പോയെന്ന് അറിഞ്ഞു വിടറാ. നിക്ക്, ഞാൻ പോയി പാല് കാച്ചിട്ട് വരാം. കുട്ടിമാ ഉറങ്ങ കരയല്ലേ. ഞാൻ പാല് കാച്ചി എടുത്തോണ്ട് വരാം. മോള് സൈലന്റ് ആയിട്ട് കിടക്കണം. ഓക്കെ. ഈ അബി ഇത്ര വെളുപ്പിന് എവിടെ പോയതാ? എടാ ഗുണ പറയൂ മുതലാളി. എടാ ഗുണ, പറയൂ. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ലടാ. അബിയെ പുലർച്ചയ്ക്ക് ആ സാറിന്റെ കൂടെ ബൈക്ക് പോയത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താടാ കണ്ണായിര, എന്തിനെങ്ങനെ ഓടി വരുന്നത്? മുതലാളി, ഒരു അന്യായം നടന്നിരിക്കുന്നു. എന്താ കാര്യം എന്ന് പറയടാ. മുതലാളി, നിങ്ങളുടെ മോള് സ്കൂൾ മാസ്റ്ററുടെ കൂടെ ഓടിപ്പോയിന്ന് എല്ലാവരും പറയുന്നു. എടി ഗുണം പിടിക്കാത്തവളെ, സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് കണ്ടവന്റെ കൂടെ ഓടിപ്പോയല്ലേടി നീ. ഒരു പിഞ്ച കുഞ്ഞിനെ വിട്ടിട്ട് കണ്ടവന്റെ കൂടെ ഓടിപ്പോയാൽ നിനക്ക് എങ്ങനെ തോന്നിയേടി? നീ ചെയ്ത കൊടും ചതിക്ക് ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ല. നിന്നെ ഞാൻ എന്തിനടി പറ്റത്? എന്ത് പറ്റി? എന്താന്ന് പറയൂ. എടോ ചേട്ടൻ എന്താ പറ്റിയെന്നൊന്ന് നോക്ക്. ചേട്ടാ, ഇവൾ എന്റെ മോളായി ജനിച്ചതിന് ഞാൻ കാശിയിൽ പോയി പാപമോക്ഷം തേടണം. വാ, നമുക്ക് ഈ നാട് വിട്ടു പോവാം. അച്ഛ, അമ്മ എവിടെ? പറ അച്ഛ, അമ്മ എവിടെ? അബി, എന്റെ ചക്കരമുത്തേ, എന്താ ഇത്? ദേഷ്യം എത്ര വൈകിയത്? വർക്ക്ഷോപ്പിൽ ജോലി ഉണ്ടായിരുന്നു മോളെ, അതുകൊണ്ടാ ലേറ്റ്. എപ്പോ നോക്കിയാലും ജോലി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞോണ്ടിരുന്നോ? ഇല്ല അബി, ഞാൻ പുറപ്പെടാനിരിക്കുമ്പോ ഓണർ വന്നു, അതുകൊണ്ടാ ലേറ്റ്. നിനക്ക് ഞാനാണോ അതോ ഓണറാണോ വലുത്? നിന്റെ മറ്റു കൂട്ടുകാരികളൊക്കെ എവിടെ? സ്വർഗത്തിലെ കട്ടുറും പാവണ്ടെന്ന് കരുതി അവരെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു. ശരി, വാ നമുക്ക് സൈക്കിളിൽ പോ. വാ അബി, വന്ന് കേറ്. വരൂന്നേ, പിണങ്ങാതെ. പിറകെ അല്ല, മുൻപിലാണ് ഇരിക്കേണ്ടത്. എന്തിനാ മുമ്പിലിരിക്കാൻ പറയുന്നത്? അതിലൊക്കെ ഒരു കാര്യമുണ്ട്. നിനക്ക് എന്തൊരു ധൈര്യ. നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ധൈര്യം മാത്രമല്ല, എനിക്ക് വല്ലാത്തൊരു ആവേശമാണ്. ഇതാരെങ്കിലും കണ്ടിട്ട് വീട്ടിൽ പോയി പറഞ്ഞാലോ? കണ്ടിട്ട് പോയി പറയട്ടെ, ഞാൻ എന്തിനാ പേടിക്കുന്നേ?
രണ്ടുപേരും കൂട്ട് വന്ന്. പറ മുതലാളി. നിങ്ങൾ എന്താടാ ചെയ്തോണ്ടിരിക്കുന്നത്? വന്നപ്പോ മുതൽ പണി ചെയ്യാ മുതലാളി. വന്നത് മുതൽ എന്ത് പണിയാടാ എടുക്കുന്നത്? വണ്ടികളൊക്കെ തുടച്ചു വെച്ചു. എല്ലാം അടിച്ച് വൃത്തിയാക്കി മുതലാളി. അടിച്ച് വൃത്തിയാക്കിയെന്നു? അതൊന്നും കാണുന്നില്ലല്ലോ. എടാ, ഏത് ബോൾട്ടിന് ഏത് സ്പാനർ വേണമെന്ന് അറിയോ? അറിയാം മുതലാളി. അറിയില്ലെങ്കിൽ ഗുണ വരും, അവനോട് ചോദിച്ച് മനസ്സിലാക്ക്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചോളാം. മുതലാളി, ഇവര് ജോലിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കും. ഇവന്മാര് പ്രേമത്തിനെ കുറിച്ചല്ലേ ചോദിക്കുന്നേ? പ്രേമത്തെ കുറിച്ച് അവൻ എന്തറിയാവുന്ന? നിങ്ങൾക്ക് പ്രേമത്തെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഗുണേട്ടന്റെ പ്രേമത്തെ കുറിച്ച് എല്ലാം അറിയാം. ഗുണയ്ക്കെല്ലാം അറിയാവിടാ. എനിക്കറിയില്ലെന്ന് നീ എങ്ങനെയാ പറഞ്ഞത്? ഞാനും ആ പ്രായത്തില് പല പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുണ്ടടാ. പിന്നെന്താ മുതലാളി കല്യാണം കഴിക്കാതിരുന്നേ? എന്നെ ആരും പ്രേമിച്ചില്ലടാ, അതുകൊണ്ട് ഞാനും കല്യാണം കഴിച്ചില്ല. ഒറ്റത്തടിയായി ഇങ്ങനെ ജീവിച്ചു. ഗുഡ് മോർണിംഗ് മുതലാളി. എടാ ഗുണ, പറയൂ മുതലാളി. എന്താടാ നീ പ്രേമിക്കുന്നൊക്കെ കേട്ടു? ഹേയ്, അങ്ങനെയൊന്നുമില്ല മുതലാളി. എല്ലാം എനിക്ക് അറിയാടാ. പ്രശ്നത്തിലൊന്നും പോയി പെടരുത്. ഒരു കാര്യം പറയാൻ കേട്ടോ, സൗന്ദര്യം കണ്ട് മയങ്ങരുത്. എന്റെ അനുഭവം വെച്ചാ പറയുന്നത്. പിന്നെ താടിയും വെച്ച് നടക്കേണ്ടി വരും. എന്നിട്ട് മുതലാളിയുടെ താടി കാണുന്നില്ലല്ലോ. എടാ, ഓരോന്നും ഇങ്ങനെ ചോദ്യം ചോദിക്കാടാ. പോടാ, പോയി പണി നോക്കടാ. ഇവന്മാര് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് എന്നെ മൂഡ് ഔട്ടാക്കി. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? നിനക്ക് പ്രശ്നമല്ലല്ലോ, നീ വണ്ടി കയറി പറന്നിങ്ങ് വരും. എനിക്ക് അങ്ങനെയാണോ? അത്രയും ദൂരം നടന്നു വരണ്ടേ? നീ വണ്ടി ഓടിക്കാൻ പഠിക്കേ. നീ എന്നെ പഠിപ്പിക്കോ? ഓ, പഠിപ്പിക്കാലോ. എങ്ങനെ? ആദ്യം എവിടെ പിടിക്കണം, എന്തിനെ വിടണോന്ന് പറഞ്ഞു തരാം. എന്താ? ബ്രേക്ക് എങ്ങനെ പിടിക്കണം, ക്ലച്ച് എങ്ങനെ വിടണോന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞതാ. അതെയോ? ശരി, വാ. വന്ന് വണ്ടി കേറുവേണേ. പേടിക്കല്ലേ പേടിക്കല്ലേ, ഞാനില്ലേ. ഓടിക്കേ, നേരെ നേരെ നോക്ക്. ഗുണ വേണ്ടടാ, വേണ്ടടാ, എനിക്ക് പേടിയാവുന്നു. അങ്ങനെ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇനി റൗണ്ട് പോവാമോ? അയ്യോ, എന്നെ വിട്ടേക്ക്, എനിക്ക് മതിയായി. ഇതാരെങ്കിലും കണ്ടിട്ട് വീട്ടിൽ പോയി പറഞ്ഞാലോ? ഇങ്ങനെ പേടിച്ച് പേടിച്ച് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റുന്ന? ഒളിച്ചോടിയാലോ? ഒളിച്ചോടുന്നൊന്നും എനിക്കിഷ്ടമല്ല. ധൈര്യമായിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. നിന്റെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് താലി കെട്ടിച്ച് നിന്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ വരും. അപ്പൊ നീ എന്ത് ചെയ്യും? വർഷത്തിനൊരു കുഞ്ഞിനെ തന്ന് താരാട്ട് പാടാൻ പറയും. അയ്യടാ, ആഗ്രഹം കൊള്ളാം. ഇംഗ്ലീഷ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലടി. അതുകൊണ്ടാണ് സായിപ്പിനെ ലവ് ചെയ്യണമെന്ന് പറയുന്നത്. എന്താ പറയുന്നേ? നമ്മുടെ അബിയ നോക്ക്, നല്ല വിദ്യാഭ്യാസം ഉള്ളവനെയാ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ വേണം. അത് വളരെ ശരിയാ. അവിടെ നോക്ക്. എന്താ അബി, നിന്റെ കാമുകനോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ പോവാണ് കേട്ടോ. ഇനി ഇവക്ക് നമ്മളെ വേണ്ടി വരില്ല. ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായോ? ആണുങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിലാണല്ലോ നിങ്ങൾക്ക് താല്പര്യം. നമുക്ക് വേണ്ടി അവൻ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ എന്ന് അല്ലേ? ഗുണ, അടുത്ത ആഴ്ച പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അതിനുവേണ്ടി എനിക്കൊരു വീട് ഉണ്ടാക്കി തരുമോ? നന്നായിരിക്കണം. ഡിഫറെന്റ് ആയിട്ട് ചെയ്തു തരാം. എന്ത് ഡിഫറൻസ്? ഡിഫറെന്റ് എന്ന് പറഞ്ഞാ കഥവിന്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ കഥവ് താനേ തുറക്കും. അത് കഴിഞ്ഞാ പിന്നെ ഹാളിന്റെ അകത്ത് പോയി നിന്നാ മതി, ഫാൻ താനേ കറങ്ങും. പിന്നെ ടിവിയും തനിയെ ഓണാവും. പിന്നെ ബെഡ്റൂം. ഉറങ്ങാനാണോ? ഉറക്കമല്ല, റൊമാൻസ് വരും. ഇങ്ങനെ ഞാൻ വ്യത്യസ്തമായ ഒരു വീട് ചെയ്തു തരാൻ പോവുകയാണല്ലോ. നീ എനിക്ക് എന്താണ് തരാൻ പോകുന്നത്? നിനക്കെന്താ വേണ്ടേ? എനിക്ക് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് തരാമോ? ആരെങ്കിലും വന്നാലോ? ശരി, കണ്ണടയ്ക്ക്. വാ വാ. എന്താ നീയല്ലേ തന്നത്? ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഗിരി, ആ 8-ാം നമ്പർ സ്പാനർ എടുക്കടാ.
അപ്പൊ ചേട്ടന്റെ മുഖം കാണേണ്ടതായിരുന്നു. അയ്യോ, ഞാനാണെങ്കിലേ ഈ കാഴ്ചയൊക്കെ മറഞ്ഞിരുന്നാ കണ്ടത്. സത്യമായിട്ട് കണ്ടതാടാ, കണ്ടു. അത് ശരി. അല്ല, നീ എന്തിനാ അങ്ങോട്ട് പോയെ? ഞാൻ സൈക്കിൾ എടുത്തോണ്ട് കടയ്ക്ക് പോയതായിരുന്നു. നീ എന്തിനാ എടുത്തോണ്ടെന്ന്? അവനെവിടെ? അങ്ങോട്ട് നോക്ക്. എന്നിട്ടുണ്ടല്ലോ. എന്താടാ അവിടെ? ഓണർ ഇല്ലെന്ന് വെച്ച് ഉഴപ്പയാണോ? എന്താടാ രണ്ടുപേരും അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ചേട്ടാ, എനിക്കൊരു ഡൗട്ട്. ഞാനത് രഘുവിനോട് ചോദിക്കുമായിരുന്നു. എന്താണ് ഡൗട്ട്? ചേട്ടാ, KISS എന്ന് വെച്ചാൽ എന്താ? KISS, കിസ് എന്ന് പറഞ്ഞാൽ ഉമ്മാന്നർത്ഥം. ലവർ ഉമ്മ വരുന്ന വിചാരിച്ചിരിക്കുമ്പോ ഒരു കൊച്ചു വന്ന് ഉമ്മ എന്നാ എങ്ങനെ ഇരിക്കും? ഗിരി, നിന്നെ ചേട്ടാ വെറുതെ വിട് ചേട്ടാ. അയ്യോ, ഓടിക്കല്ലേ 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 ഓടിക്കല്ലേ. ഒളിഞ്ഞിരുന്ന് കാണും. അബി, ഹേ, എന്തിനാ കരയുന്നേ? പറ അബി, എന്തിനാ കരയുന്നേ? വീട്ടിലെല്ലാരും അറിഞ്ഞു ഗുണ. എന്നെങ്കിലും ഒരു ദിവസം അറിയാനല്ലേ പോകുന്നത്. അതിപ്പോ അറിഞ്ഞു, അതിനെന്തിനാ കരയുന്നേ? ഇന്ന് അച്ഛൻ എന്തോ കാര്യത്തിനായിട്ട് പുറത്ത് എവിടെയോ പോകുന്നുണ്ട്. അമ്മ ഉറങ്ങിയതിന് ശേഷം ഞാൻ വീട് വിട്ട് വന്നോളാം. നീ അമ്പലത്തിന്റെ അവിടെ കാത്തിരിക്കണം. നമുക്ക് ഈ നാട് വിട്ട് ഓടിപ്പോവാം. ശരി അബി, നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ കാത്തിരിക്കാം, നീ വന്നാ മതി. അബി, കരയല്ലേ, ഞാനില്ലേ, ഞാൻ നിന്നെ നോക്കിക്കോളാം. അബി, നീ ഇന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്ന് പുറത്തു വന്നേക്ക്. ഞാൻ നിനക്ക് വേണ്ടി അമ്പലത്തിൽ വെയിറ്റ് ചെയ്യാം. നമുക്ക് പോയി കല്യാണം കഴിക്കാം. ശരി, കരയണ്ട, ചെല്ല്. പൊയ്ക്കോളൂ. ധൈര്യമായിട്ട് പോ, ഞാനുണ്ട് നിനക്ക്. ഒട്ടും പേടിക്കണ്ട. നീ പോ അബി, പേടിക്കണ്ട. എന്താ പകലുള്ള ഈ നോട്ടം അത്ര ശരിയല്ലല്ലോ. സുന്ദരമായ നിന്റെ ഹെയർ സ്റ്റൈലും സുന്ദരമായ നിന്റെ ഈ ചിരിയും നിന്റെ സൗന്ദര്യം അല്പം കൂടി കൂട്ടുന്നുണ്ട്. ഒന്ന് മതിയാക്ക്. നിങ്ങളുടെ സംസാരത്തിൽ തന്നെ എനിക്ക് ഉറങ്ങാനുള്ള മരുന്ന് ഞാൻ തന്നാലോ? മതി മതി, ഇപ്പൊ തന്നെ അധ്യാപകനെ പോലെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണോ? ക്ലാസ് തുടങ്ങിയാലോ നമുക്ക്? നമുക്കൊന്ന് നോക്കിയാലോ, ആരുടെ ഡൗട്ട് ആരാ ക്ലിയർ ചെയ്യുന്നെന്ന് നോക്കിയാലോ? എന്തോ എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ട് ഞാൻ തന്നെ ക്ലിയർ ചെയ്യേണ്ടി വരും. നോക്കാല്ലേ? നോക്കട്ടെ.
മതിയോ? ചേട്ടാ ചേച്ചി ഉമ്മ കൊടുക്കുന്ന ശബ്ദം കേൾക്കുന്നു. ചേച്ചി നല്ല റൊമാൻസ് മൂഡിലാണെന്നാ തോന്നുന്നത്. അയ്യോ എനിക്ക് പറ്റില്ല. റൊമാൻസ് മോഡിൽ തന്നെ ഉള്ളതാ നല്ലത്. നമുക്ക് നോക്കാം. ചേട്ടാ നമ്മളൊന്ന് സംസാരിച്ചൂടെ? ഓ അതുപോലെ നിനക്കറിയില്ലേ? മിണ്ടാതെ വേണം. വാ ചേട്ടാ, ഞാനിതുവരെ മിണ്ടിയില്ലല്ലോ. അയ്യോ നീ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. വാ എന്നാ ശരി. ഇവന്മാര് കൊളാക്കുന്ന തോന്നേ. അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാ. അതൊക്കെ റെഡിയാണ്. എല്ലാം എടുത്തു കേട്ടോ. ഇയാളെ ഒന്നും ചാർട്ടൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് വെച്ചേക്കരുത്. ഞാന്. നീ അങ്ങോട്ട് പോ. നിങ്ങൾ വന്ന് കൊണ്ടുപോയാലും മതി. ചേട്ടാ നമ്മൾ തീ കത്തി മോഷിക്കണോ? എടാ അതൊക്കെ മണ്ണനെ കാണും. ആ തലയിൽ വെച്ച് തീ കത്തിച്ചാ മതി. നിങ്ങൾ വേഗം വന്നാ മതി. ഓരോരുത്തന്മാര് പറയുന്ന കേക്ക്. ഹലോ എന്ത് ഒരു കാര്യം പറയുമ്പോഴാ ഈ ഫോണ്. പാമ്പേ നിനക്കെന്താ ഇവിടെ കാര്യം? ഒച്ച വെച്ച കുത്തി കൊടലെടുക്കും. നിനക്ക് വേണ്ടത് ഭക്ഷണല്ലേ? അവിടെ ഉണ്ട്, കഴിച്ചിട്ട് പോയിക്കോ. എടീ നിന്റെ വീട്ടിലെ ചോറ് തിന്നാൻ വന്നവനല്ല ഞാൻ. നിന്റെ വീട്ടിലെ എല്ലാ സാധനവും മോഷ്ടിച്ചോണ്ട് പോകാൻ വന്നതാ. ആ ക്ലോസറ്റ് അടയ്ക്ക്. എടാ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാടാ. ഇവളെ പിടിച്ച് കെട്ടിയിടാ. എന്താണ് ഇത്? എന്തായി കാണിക്കുന്നേ? ചേട്ടാ ചേട്ടനല്ലേ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത്? എടാ കെട്ടിയിടുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും വ്യത്യാസമല്ലേ? പോടാ പോയി കയറെടുത്തോണ്ട് വാ. പോടാ പോടാ. വെള്ളക്കയറാണോ കറുപ്പ് കയറാണോ? അയ്യോ താലി കെട്ടാനല്ലടാ, പോയി എടുത്തോണ്ട് വാ. പാമ്പേ നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ ഒച്ച വെച്ചാലുണ്ടല്ലോ. ഒച്ച ഉണ്ടാക്കിയ നിന്റെ കൊരവള്ളി ഞാൻ കുത്തിക്കീറും, പറഞ്ഞേക്കാം. കേട്ടാ അവളെ? ചേട്ടാ ചേച്ചി എന്തിനാ ഇങ്ങനെ വാ വിളിച്ച് നിൽക്കുന്നത്? അതാ ഇപ്പൊ കാര്യം. കേട്ടാ? ഓ ശരി. എന്നെ വേണം തരാ. ഒച്ച ഉണ്ടാക്കിയ എന്നെ പറ്റി നിനക്ക് അറിയില്ല. ഒറ്റക്കുത്തിന് തീർക്കും ഞാൻ. വേഗം കേട്ടാ. ഇത് പിടിക്ക. ഇതുകൊണ്ട് കിട്ട. ഇവളെ കിട്ടിയില്ലേ? ഇനി പോയി ചാക്കൊക്കെ കെട്ടി നിറക്കേ. പോ. നിന്നെയും കെട്ടി. എടോ പാമ്പേ മുത്തേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എന്ത് ഹെൽപ്പാ? എന്റെ സെല്ലില് പൊന്നൂന്നൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറില് ഒന്ന് വിളിച്ചു തരുമോ? ശരി ശരി ദാദാ. എന്താ ലൂസാന്ന് കാണിക്കുന്നേ? അത് 5ാമത്തെ. അപ്പൊ പൊന്ന് ഇതിപ്പോ പുതിയതാ. ഇത് കൊറേ ഉണ്ടല്ലോടി. എടി സാമദ്രോഹി, അധ്വാനിച്ച് കഷ്ടപ്പെടുന്നവൻ ലൂസ്, ഓസില് തിന്നുന്നവൻ പൊന്ന്. അത് ശരി. ഇതിലൊരു ഇംഗ്ലീഷും. ഈ ഇംഗ്ലീഷ് കൊണ്ടാ ഞാൻ ചൂണ്ടയിടുന്നു പാമ്പേ. ഇതാ ബെല്ലടിക്കുന്നുണ്ട്, സംസാരിച്ചോ. ഹലോ ഡാർലിംഗ്. സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോണ് കട്ടായി. എപ്പോഴാ വരുന്നേ? നിങ്ങൾ പറഞ്ഞതുപോലെ അയാളെ ഞാൻ ചാക്കിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്തായി കെട്ടി വെച്ചിരിക്കുന്നത്? വേഗം വരണം കേട്ടോ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പാമ്പ് കക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ കൊന്നാ കുറ്റം പാമ്പിന്റെ തലയിൽ വരൂ. വേഗം വരൂ, എന്നാലേ അയാളെ കൊല്ലാൻ പറ്റൂ. ഒന്ന് വേഗം. ശരി ശരി. അവനെ നീ കൊല്ലാൻ പോവാണോ? അതെ, 5ാമത്തെ ആളെ എനിക്ക് മടുത്തു. അതുകൊണ്ടാ 6ാമത്തെ ഞാൻ ട്രൈ ചെയ്യുന്നത്. എടീ മഹാഭാവി, ഞാൻ അരിയൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്, പരിപ്പും മോഷ്ടിച്ചിട്ടുണ്ട്, എന്നാൽ ഇതുവരെ കൊലപാതകം ചെയ്തിട്ടില്ല. ഇങ്ങ വാടാ, ഇവിടെ കൊല്ലാൻ പോവാന്ന്. വാടാ. അബി അബി ഇന്നത്തെ സ്പെഷ്യൽ എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓണിയൻ ദോശയാ. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താ? ഗോതമ്പ് ദോശ ഇഷ്ടാ. ഗോതമ്പ് ദോശ. നീ ഇങ്ങോട്ട് മാറിയേ. ഇന്ന് എന്റെ പാചകമാണ്, ഞാൻ ചുട്ടുതരാം ദോശ. നിക്ക് നിക്ക്. ഹബി ദോശ റെഡി. പൊള്ളിയോ? ദാ ഇത് കഴിക്ക്. ഇതെടുത്തോ. സൂപ്പർ. നന്നായിട്ടുണ്ടോ? തൊട്ടുകൂട്ടാൻ? തൊട്ടുകൂട്ടാനോ? ഞാനിവിടെ ഉണ്ടല്ലോ, എന്നെ തൊട്ടോ. അബി അഖില കരയുന്നു നോക്ക്. അബി കുട്ടി കരയുന്ന കേട്ടില്ലേ നീ? എന്തെടുക്കുക? അബി കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പുന്നോ മകളെ.
കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പൊന്നാര പൊന്നു മകളെ. താരാട്ട് പാടുവാൻ അച്ഛനുണ്ടല്ലോ, താളം പിടിക്കുവാനാരും കണ്ണും പൂട്ടി ഒരു മിനിറ്റ്, ആനന്ദില്ലേ? ഇല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാ. ഞങ്ങളെല്ലാം അവന്റെ ഫ്രണ്ട്സാ. ആനന്ദ് വന്നാൽ ഞങ്ങൾ വന്നിരുന്നു പറയണം. ശരി. ചെത്ത് സാധനം വേലി ചാടിയതാണെങ്കിലും ഭാര്യയെ പോലെ സംസാരം. എന്നാ പിന്നെ നമുക്കൊരു വിരുന്നൊരുക്കിയാലോ? ഡാ, ആനന്ദിനോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? നമ്മുടെ കൂടെ ആനന്ദ് എപ്പോഴും കുടിക്കുന്നതല്ലേ, നമുക്ക് നോക്കാന്നേ. ആനന്ദിന് കിട്ടുന്നത് വെറൈറ്റി സാധനങ്ങളാടാ. ഇതിന്റെ മുതലാളി ആരാ? എടാ മണ്ട, ഇത്ര വലിയ ശരീരം കണ്ടിട്ട് നിനക്ക് മുതലാളിയാണെന്ന് മനസ്സിലായില്ലേ? ഇല്ലല്ലോ, നിങ്ങളെ പുറകിന്ന് കണ്ടു കഴിഞ്ഞപ്പോ വർക്ക്ഷോപ്പ് തന്നെ കാണാൻ പറ്റിയില്ല. നിങ്ങളാണോ മുതലാളി? നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. നിനക്ക് എന്താ വേണ്ടേ? അത് ഒരു സെക്കൻഡ് ഹാൻഡ് ടെമ്പോ കിട്ടുമോ? സെക്കൻഡ് ഹാൻഡ് ടെമ്പോയോ? ഇപ്പൊ ഒന്നും ഇല്ലല്ലോടാ. എന്നാ സെക്കൻഡ് ഹാൻഡ് 407 ഉണ്ടാവോ? അതും സെക്കൻഡ് ഹാൻഡ് മതിയോ? പുതിയത് വേണ്ടേ? ഇല്ല ഏട്ടാ, സെക്കൻഡ് ഹാൻഡാ വേണ്ടത്. എല്ലാം സെക്കൻഡ് ഹാൻഡ് ആണോ? പുതിയതായിട്ടൊന്നും വാങ്ങിക്കാറില്ലേ? ഇല്ല ഏട്ടാ, സെക്കൻഡ് ഹാൻഡ് ആവുമ്പോ ഓടിക്കാൻ ഒരു മയമൊക്കെ ഉണ്ടാവുമല്ലോ. സെക്കൻഡ് ഹാൻഡിലാണെങ്കിൽ ഒരു ആന്റി ഉണ്ട്, അതിനെ വേണോ? ആ അതായാലും മതി, ഓടിച്ചോണ്ട് പോകാലോ. എടാ ഗിരി, ഇവന്റെ നട്ടും ബോൾട്ടൊക്കെ അഴിച്ചെടുക്കടാ. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിറ്റേക്കാം. അത് വേണ്ട, അയ്യോ എന്നെ വിട്ടേക്കേ. ഓടാ. അമ്മ എപ്പോഴാ അച്ഛ വരിക? അമ്മ ഇല്ലെങ്കിൽ എന്താ ചക്കരെ, ഞാനില്ലേ നിനക്ക്? നിനക്ക് എന്ത് വേണമെങ്കിലും അച്ഛൻ വാങ്ങി തരും. എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? ഓ, ശരി. അച്ഛ, മിസ് എന്നെ അടിച്ചു. അതെയോ? ശരി, സാരമില്ല, അച്ഛൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. 3 ഐസ്ക്രീം. ആർക്കൊക്കെയാ? അച്ഛനൊന്ന്, അമ്മയ്ക്കൊന്ന്, പിന്നെ എനിക്കൊന്ന്. അമ്മ എവിടെ അച്ഛ? അച്ഛ, അമ്മ എവിടെ? ചേച്ചിക്കൊരു സംഗതി അറിയോ? നമ്മുടെ മാഷ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? ഏതോരുത്തന്റെ ഭാര്യ പൊക്കിയതാ. ഷേ, ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ എങ്ങനെയാ മാസ്റ്റർ ആയത്? അതെ, കേൾക്കുന്നുണ്ടോ? അതെ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല. വാ, ഭക്ഷണം കഴിക്കാം. ഞാൻ വരുമ്പോ കഴിച്ചിട്ടാ വന്നത്. എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ പുറത്തുനിന്ന് കഴിച്ചത്? അതെനിക്ക് കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കഴിച്ചു. എന്തിനാ വെറുതെ അങ്ങനെ ശല്യപ്പെടുന്നത്? വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായി. മോള് ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചു. നാളെ വരുമ്പോ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരണേ. കൊണ്ടുവരാം ടീച്ചർ. എന്നാ മോള് പൊയ്ക്കോ. താങ്ക്
താങ്ക് യു ടീച്ചർ. ശരി മോളെ. നല്ല മിടുക്കിയാണല്ലേ. ഈ കൊച്ചിനെ വിട്ടിട്ട് അവൾക്ക് എങ്ങനെ ആനന്ദ് മാസ്റ്ററുടെ കൂടെ പോവാൻ തോന്നിയേ? ഭർത്താവിനെയും കുഞ്ഞിനെ വിട്ടിട്ട് പോയവൾ നന്നാവില്ല. തീർച്ചയായും ഒരു ദിവസം അവള് പെരുവഴിയിലാകും. അമ്മ വരുന്നു വിചാരിച്ചിട്ട് എത്ര ദിവസം കുട്ടി കാത്തിരിക്കും? ഇനി അമ്മ തിരിച്ചു വരില്ലാന്ന് അറിയുമ്പോ അവളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. അവളുടെ വിധി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവും ടീച്ചർ? പാവം കുട്ടി. അത് ശരിയാ ടീച്ചർ. എനിക്ക് അമ്മേ വേണ്ട, വേണ്ട. അച്ഛന്റെ ചക്കരക്കുട്ടി അവിടെ എന്താ ചെയ്യുന്നേ? അമ്മേ വേണ്ട, അമ്മേ വേണ്ട അച്ഛാ. ആ വാടാ, എന്താ നിങ്ങൾ ഇത്ര വൈകിയത്? ഞാൻ അപ്പോഴേ എത്തി, ഇവരാ താമസിച്ചേ. ശരി കേറി വാടാ. എന്താടാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച? അതൊക്കെ എപ്പോഴേ റെഡിയാക്കി. എടാ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കാം. നിന്റെ വൈഫിന് പ്രശ്നമൊന്നുമില്ലേ? ഏയ് അതിനുള്ള പെർമിഷനൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എന്നാ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അടിക്കാം. വാടാ, അവിടെ ഇരിക്കേ. ആ ഇരിക്കേ. അളിയാ നീ ഇരിക്കടാ. അതെ, വീടൊക്കെ അങ്ങ് മാറിയല്ലേ. ഇവൻ നമ്മളെ പോലെ ബാച്ചിലർ അല്ലല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നേ? ഒരു പെണ്ണ് കയറി വന്നാലേ വീട് അങ്ങനെ തിളങ്ങും. അങ്ങനെയല്ലേ ആനന്ദ്? എവിടാ നിന്റെ ഭാര്യയെ കാണുന്നില്ല? അതൊക്കെ പോരടാ, ആദ്യം നമുക്ക് പാർട്ടി തുടങ്ങാം. എടാ ആ ടേബിൾ ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചെയർ നീക്കിയിട. എന്താ ആ വെള്ളക്കുപ്പി ഇങ്ങെടുത്തേ. ശല്യങ്ങള്. എന്താടാ നമ്മുടെ മിസ്സിംഗ് സ്റ്റൈല് തന്നെ മറന്നോ നീ? എപ്പോഴും കൂൾ ഡ്രിങ്ക്സ് മിക്സ് ചെയ്തല്ലേ അടിക്കുന്നത്. നീ അതൊക്കെ മറന്നോ? വലിയ കാര്യമല്ലേ. ആളിയ അവസാനം വരെ നമ്മളൊക്കെ ഒന്നായിരിക്കണം. നമ്മൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോ നമ്മുടെ ഗ്രൂപ്പിന് എന്തായിരുന്നടാ പേര്? പറയടാ. പഞ്ചപാണ്ഡവരെന്ന്. എനിക്കറിയില്ല അതൊക്കെ. അളിയാ അടുത്ത റൗണ്ട് ഒഴുകിടാ. കലക്കേടാ അളിയാ. ആനന്ദ് ഒന്നും മറന്നിട്ടില്ല. ചൂടായിട്ട് ഹാഫ് ബോയിൽ കിട്ടിയാ നന്നായിരുന്നേനെ. നിനക്കും അത് വളരെ ഇഷ്ടമല്ലേ? ചൂടായിട്ട് ഈ സമയത്ത് എങ്ങനെയാടാ കിട്ടാ? അതെന്താടാ അങ്ങനെ പറയണേ? ഹാഫ് ഓയിലല്ലേ വേണ്ടത്? നിങ്ങൾ ഓരോന്നും കൂടെ അടിക്ക്, ഞാൻ പോയിട്ട് ഹാഫ് ഓയിൽ ഉണ്ടാക്കിക്കോളാം. എടാ നോക്കിപ്പോ. അബി 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 2 ഹാഫ് ബോയിൽ ഉണ്ടാക്കി തരുമോ പ്ലീസ്? ഒന്ന് പോ. എന്റെ മുത്തല്ലേ നീ? ഒന്ന് പോ. എന്തിനാ അബി? എന്റെ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നു, പ്ലീസ്. പൊയ്ക്കോ, ഞാൻ വരാം. വാ അബി. ഹളിയാ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ശരിയാവും. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അബി പ്ലീസ്. വെള്ളം തീർന്നല്ലോടാ. നിങ്ങളിരിക്കും, ഞാൻ പോയി എടുത്തോണ്ട് നീ ഞാൻ എടുത്തോണ്ട് വരാം. എന്താ വെള്ളം? പോ. എടാ വെള്ളം എടുത്തിട്ട് വേഗം പാടാ. മുത്തേ, താങ്ക് യു മുത്തേ. ഹാഫ് ബോയിൽ കഴിക്കടാ. ഹാഫ് ബോയിലിന് ഇത്രയും ടേസ്റ്റ് ഉള്ളപ്പോ ഒരു വിരുന്നാണെങ്കിൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവും. അതിനെന്താ, അതും ഒരു ദിവസം അറേഞ്ച് ചെയ്യാം. മൈൻഡ് യുവർ വേർഡ്സ്. എന്താ അളിയ എങ്ങനെ പറയുന്നത്? നമ്മളെല്ലാം ഒന്നിച്ചല്ലേ ചെയ്തിരുന്നത്. എടാ എന്താണെങ്കിലും നമ്മൾ 5 പേര് ഷെയർ ചെയ്തല്ലേ കഴിച്ചിരുന്നത്. നമ്മളൊക്കെ ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചിട്ടില്ലേ? നമ്മൾ 5 പേരും അങ്ങനെയല്ലേ കഴിഞ്ഞത്. അതുപോലെ നമുക്ക് എല്ലാം ഷെയർ ചെയ്യാം. അവിടെ എന്റെ വൈഫാ.
നീ എന്താ താലി കെട്ടിയ പോലെ പറയുന്ന അവള് ഓടി വന്ന എടാ ഹരി, ഗുണ എവിടെ? ഗുണ, ഗുണ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വല്ലതും കഴിച്ചോ? വിശപ്പില്ല മുതലാളി. വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ശരീരം ചീത്തയാവില്ലടാ. മനസ്സ് തന്നെ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്കൊരു മോളുണ്ട്, അവക്ക് വേണ്ടിയെങ്കിലും നീ ജീവിക്കണം. വേണ്ടാത്തതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട, ധൈര്യമായിട്ടിരിക്കടാ. അഖില ചോദിക്കുന്നുണ്ട്, അമ്മ എപ്പോ വരുമെന്ന്. എത്ര ദിവസം അമ്മ ഇപ്പൊ വരുമെന്ന് കള്ളം പറഞ്ഞവളെ സമാധാനിപ്പിക്കേണ്ടത്. കുറച്ചു ദിവസം അങ്ങനെയൊക്കെ തന്നെ, പിന്നെ എല്ലാം ശരിയാവൂടാ. കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത് വലിയ കാര്യമേ ഇല്ല മുതലാളി. പക്ഷെ നാട്ടുകാർ പറയുന്നതെല്ലാം സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരെ കുറിച്ച് നീ ചിന്തിക്കണ്ട. ജീവിച്ചാലും മരിച്ചാലും കുറ്റമേ പറയൂ. അവളെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ല മുതലാളി. ജാക്കിയോട് ടിഫൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചിട്ട് ജോലി നോക്ക്. നിന്നെയും മോളെയും ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ടിരിക്കെ. എന്നാ ഞാൻ വരട്ടെ. ഓ, ഹലോ അഖിലക്കുട്ടി, നീയായിരുന്നോ? അച്ഛൻ ഇറങ്ങുവാ. ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല അപ്പൂപ്പ. അപ്പൂപ്പനൊന്ന് വേഗം വാ. വരാം മോളെ. വേഗം വരണം. വേഗം വരാം മോളെ. അച്ഛൻ എഴുന്നേക്കുന്നില്ല അപ്പൂപ്പ. വേഗം വാ അപ്പൂപ്പ. ഞാൻ വന്നവനെ എഴുന്നേൽപ്പിക്കാം. നിക്ക്, ഞാൻ ഇപ്പൊ വരാം. പറ മുതലാളി. എടാ ഗിരി, എടാ ഗുണ നമ്മളെ വിട്ടു പോയടാ. അതെടാ, അവൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തടാ. അങ്ങനെയാണോ? എല്ലാരും കൊണ്ട് മുതലാളി. എന്താ കുട്ടി പറയുന്നത്? നമ്മുടെ ഗുണം മരിച്ചോ? ഗുണേട്ടൻ ആത്മഹത്യ ചെയ്തെന്നോ? അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഗുണേട്ടന്റെ ഭാര്യ ഒരു അധ്യാപകന്റെ കൂടെ ഒളിച്ചോടി. അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത. ഞാൻ അങ്ങോട്ട് പോവാ. ലോകത്തിന്റെ ഒരു പോക്കേ. ആ പയ്യനെ വിട്ടിട്ട് അവൾക്ക് എങ്ങനെ വേറൊരുത്തന്റെ കൂടെ പോവാൻ തോന്നിയത്? എന്ത് ചെയ്യാനാ? രണ്ട് കണ്ണുമുള്ള മനുഷ്യരൊക്കെ സൗന്ദര്യവും സമ്പത്തും എല്ലാം നോക്കിയിട്ട് അവന്റെ ഭാര്യയുടെ കൂടെ ഇവനോടും ഇവന്റെ ഭാര്യയുടെ കൂടെ അവനോടും. ദൈവം നമുക്ക് രണ്ടുപേർക്കും കാഴ്ച തരാതിരുന്നത് എത്ര നന്നായി. വാ പോകാം. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ നിന്റെ മോള് കരയുന്നടാ. ഇവനെ കണ്ടോ മുത്തശ്ശി?
ഈ പൊന്നുമോളെ ഇങ്ങനെ അനാഥയാക്കിയിട്ട് പോയി കിടന്നല്ലോ അവൻ. അച്ഛൻ എന്ത് പറ്റി? അച്ഛൻ നമ്മളെല്ലാം വിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയി. അമ്മ എവിടെ? അമ്മേ, എന്റെ അമ്മേ, അമ്മ എവിടെ? അമ്മ ഞാൻ എവിടെ എന്താ പോയി? പറയാ? അമ്മ എവിടെ? ഞാനും പോകുമല്ലോ, ഞാനും പോകും. ആ. ഞ, 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 ഞ. ആ, ആ. ഹായ്.